ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാർ, വിശിഷ്യ ഇന്നാട്ടിലെ ഖതീബ് ഉസ്താദും കൂടിയായ റിസ്വാൻ സഖാഫി ഉസ്താദ്, അതുപോലെ മറ്റുള്ള ഉസ്താദന്മാരുടെ പേരൊന്നും അറിയില്ല, എല്ലാ വേദിയിലിരിക്കുന്ന ഉസ്താദന്മാരും, അതുപോലെ നമ്മുടെ പഴയ ഉസ്താദും കൂടിയായ സുഹൃത്തും കൂടിയായ നമ്മുടെ കബീർ ഉസ്താദ്, അതുപോലെ നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് നസീറാക്ക, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, വേദിയിൽ ഇരിക്കുന്ന മറ്റുള്ള ഉസ്താദന്മാര്, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, മറയത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജാലിസുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, വർഷം തോറും നടക്കുന്ന ഈ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ സമയവും കൂടിയായ പള്ളി നേർച്ച, ആ പള്ളി നേർച്ചയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. രണ്ടാമത്തെ ദിവസത്തിലാണെങ്കിലും പഴയ ഒരു ഉസ്താദായതുകൊണ്ട് തന്നെ വയലിന്റെ അത്ര ഒരു താല്പര്യം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതായാലും പറയുന്നത് ഒരല്പമാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 3 വർഷത്തിന് മുമ്പ് 11 വർഷക്കാലം നിങ്ങളുടെ ഈ നല്ലൊരു നാട്ടിൽ, നല്ലൊരു ജനങ്ങൾക്കിടയിൽ 11 വർഷക്കാലം ഞാനിപ്പോ ജോലി ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ഭക്ഷണം തന്ന, പാകം ചെയ്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, അതിൻ്റെ ഒത്താശ ചെയ്തു കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹം പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എൻ്റെ വിദ്യാർത്ഥിനികൾ, നിങ്ങൾ തന്ന ഭക്ഷണത്തിനും നിങ്ങൾ തന്ന സ്നേഹത്തിനും നിങ്ങൾ തന്ന സഹകരണത്തിനുമൊക്കെ അല്ലാഹു തആല അർഹമായ വിധത്തിലുള്ള പ്രതിഫലം തന്നെ അനുഗ്രഹിക്കുമാരാകട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ചില ആളുകൾ ഭക്ഷണം തന്ന, സഹകരണം തന്ന, സ്നേഹം തന്ന, ചിരിച്ചുകൊണ്ടെങ്കിലും സഹകരിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന, ബേക്കിലിരിക്കുന്ന മൈതാനിയിൽ നിന്ന് ഖബറിന്റെ അടിയിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാരാകട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിനിടെ മരിച്ചുപോയ നമ്മുടെ അത്താസിന്റെ ഒക്കെ ഉമ്മയും കൂടിയായ നമ്മുടെ മൻസൂറാഖാന്റെ ഭാര്യയും കൂടിയായ മൈമൂന, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാരാകട്ടെ. ആ ഉമ്മയുടെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ, അതുപോലെ തന്നെ ആ ഉമ്മയുടെ ജീവിതത്തിൽ വന്ന രോഗങ്ങളെല്ലാം ആ ഉമ്മയുടെ ആഖിറം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അല്ലാഹു തആല കബൂലാക്കി കൊടുക്കുമാരാകട്ടെ. നമ്മിൽ നിന്ന് പല ആളുകളും ഇന്ന് ഖബറിലാണ്. ഈ വർഷം കാണുന്ന മുഖങ്ങൾ ഇനി അടുത്ത വർഷം ഉണ്ടാകുമോ എന്ന് പറയാനായിരിക്കും സാധ്യമല്ല. അങ്ങനെയാണ് കാലത്തിന്റെ പോക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇഷ്ടപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കൾ, അവരിന്ന് ഖബറിൽ എന്തനുഭവിക്കുന്നു എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. രക്ഷയാണോ അല്ല ശിക്ഷയാണോ എന്ന് നമുക്കാർക്കും അറിയില്ല. അല്ലാഹു തആല അവർക്കൊക്കെ വല്ല കാരണവശാൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ അവരുടെ ശിക്ഷകളെല്ലാം ഉയർത്തി രക്ഷ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഖേദത്തോടുകൂടെ പറയട്ടെ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ദാരുണമായിക്കൊണ്ട് മരണം കൈവരിച്ചു. ആ കൈവരിച്ച ഒരവസ്ഥ
അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. തീർച്ചയായിട്ടും അവര് മരിച്ച ആ സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, യുവാക്കൾ ആരും അത് ഇനി ഒരിക്കലും ആവർത്തിക്കരുത്, അനുവർത്തിക്കരുത്, അത് അനുകരിക്കരുത് എന്ന് ഉപദേശിക്കുന്നതോടൊപ്പം തീർച്ചയായിട്ടും ആ നമ്മിൽ നിന്ന് അകന്നു പോയ രണ്ട് പ്രിയപ്പെട്ട, ഒന്ന് എൻ്റെ ശിഷ്യനും കൂടിയാണ്, ആ രണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ, അവർ ചിലപ്പോൾ അവരുടെ കൈ അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മുടെ പ്രതികൂല സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ ദുർബല നിമിഷം കൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ അവർ കൈവരിച്ചിരിക്കാം. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാരാകട്ടെ. അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്താനുള്ളത്, ഉദ്കുറു മഹാസിന മൗതാക്കും എന്നാണ് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ഗുണങ്ങൾ നിങ്ങൾ പറയണം. ഒരിക്കലും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ തിന്മകൾ, റിമാർക്കുകൾ എടുത്തു പറയാൻ പാടില്ല. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഞാൻ നാളെ മരിച്ചുപോയാൽ എൻ്റെ റിമാർക്കുകൾ പറയാൻ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഒരുപാട് റിമാർക്കുകൾ എൻ്റെതുണ്ടാകും, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. നാളെ ഈ ഇരിക്കുന്ന നിങ്ങളും മരിച്ചുപോയാൽ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പറയുവാനും ഒരുപാടുണ്ടാകും. നാം ആരും മൗസൂമിങ്ങളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കന്മാരുമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു മരിച്ചുപോയവരെ കുറിച്ച് നാം ഒരിക്കലും അവരുടെ തെറ്റുകുറ്റങ്ങൾ എടുത്തു പറയുവാൻ പാടുള്ളതല്ല. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഗുണങ്ങൾ നിങ്ങൾ എന്താക്കണം, എടുത്തു പറയണമെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ദുആരക്കണം. അല്ലാഹു തആല അവരെയും നമ്മയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. അവരുടെ വേർപാടിൽ നൊന്തുന്ന കുടുംബം, അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാര്, അതുപോലെ തന്നെ ഉമ്മമാര്, അതുപോലെ തന്നെ പിതാക്കളും അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ക്ഷമ പ്രദാനം ചെയ്യുമാരാകട്ടെ. ഇനി ഒരിക്കലും അത്തരം ഒരു അവസ്ഥ ആരും അനുകരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ടെൻഷൻ എന്നുള്ളത് ആർക്കും ഇവിടെ ഉണ്ടാകാം. എനിക്കുമുണ്ട് ടെൻഷൻ ഒരുപാട്, ഇരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് ടെൻഷനുകളുണ്ട്. എന്നാൽ ഈ ടെൻഷനുകളൊക്കെ ഉണ്ടാകുന്നത് നാം മനുഷ്യരായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ടെൻഷൻ ഇല്ലാതെ ഒരു വ്യക്തിയും ഇവിടെ ഉണ്ടാവുകയില്ല. ഏത് മുതലാളിയാണ് എങ്കിലും, ഏത് തൊഴിലാളിയാണ് എങ്കിലും, ഏത് മന്ത്രിയാണ് എങ്കിലും അവനിക്കും ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ. ടെൻഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല. സാമ്പത്തികമായ സ്രോതസ് ഒരിക്കലും ഒരു മനുഷ്യന്റെ ടെൻഷൻ ഇല്ലാതാക്കാനുള്ള കാരണമല്ല. ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവനിക്കും ടെൻഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ഉണ്ടാകും എന്തെങ്കിലും ഒരു ടെൻഷൻ. ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവുകയില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ടെൻഷൻ. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, ഈ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, നാളത്തെ ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. കമ്മിറ്റിന്റെ ഒരു 2-3 വ്യക്തികൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലെങ്കിൽ പണക്കാരൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വരവും ചെലവും, ഇൻകം, ഔട്ട് ഗോയിങ് എല്ലാം പരിശോധിക്കാം. എത്രമാത്രം നിങ്ങൾക്ക് വരുമാനമുണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് ചെലവുണ്ട് എന്നൊക്കെ പരിശോധിക്കുക. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മകൻ അങ്ങോട്ട് സൗദി അറേബ്യയിലാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ ആഫ്രിക്കയിലാണ്, എൻ്റെ മകൻ അൽഹംദുലില്ലാഹ് മാസം തോറും എനിക്ക് പണം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ശക്തിയെക്കുറിച്ച് അദ്ദേഹം പറയും. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയില്ല, എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് അദ്ദേഹം പറയില്ല ഒരിക്കലും. മറിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ട്, എൻ്റെ ശാരീരികമായി ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രോഗിയാണ് എന്നൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷനിന്റെ ഒരു ഭാഗം അദ്ദേഹം പറയാതിരിക്കില്ല. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നിരിക്കലോ നാം മലക്കുകളാകണം. മലക്കുകളാകാൻ ഏതായാലും നമുക്ക് കഴിയില്ല, നാം മനുഷ്യരായി പോയി.
മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇബാദത്തിന് മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്, ഇബാദത്തിൽ മുഴുകുന്നവരാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മലക്കുകളാകാൻ കഴിയില്ല, എങ്കിൽ ടെൻഷൻ ഇല്ലാതാകുമായിരുന്നു. അതേ സമയത്തിൽ ഒന്നിരിക്കലോ മലക്കാകണം, അല്ലെങ്കിൽ മൃഗമാകണം. മൃഗമാണെങ്കിൽ അതിനിക്കില്ല ടെൻഷൻ. മൃഗം നമുക്കൊക്കെ അറിയാം, മൃഗത്തിന് അതിന്റെ രാവിലെ കയറൂരി വിട്ടാൽ അത് എന്താക്കും, നമ്മുടെ പശുക്കള് അല്ലെങ്കിൽ ആടുക്കള്, അത് ഇന്നവന്റെ ആരുത് എന്നില്ല, സ്വന്തം യജമാനന്റേതാണോ അല്ലെങ്കിൽ ഈ എന്റെ യജമാനന്റെ ശത്രുവിൻ്റെതാണോ മിത്രുവിൻ്റെതാണോ എന്നൊന്നും നോക്കില്ല. അത് ഏത് പാർട്ടിക്കാരൻ്റെതാണെന്ന് നോക്കില്ല, ആരുടെ പറമ്പാണെന്ന് നോക്കില്ല, ഗവൺമെന്റ് പറമ്പാണോ സ്ഥലമാണോ അല്ല പ്രൈവറ്റ് സ്ഥലമാണോ എന്നൊന്നും നോക്കില്ല. മൃഗം പോയി മേഞ്ഞു തിന്നും എല്ലാം, അതിന് ടെൻഷനുമില്ല. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ഷിയെ കുറിച്ച് പറഞ്ഞു, തഖദൂ ഹിമാസൻ വതറൂഹു ബിതാന. ഒരു പക്ഷിയുടെ തവക്കുലിന്റെ അവസ്ഥ, ഒരു പക്ഷിയുടെ ടെൻഷൻ ഇല്ലാത്തതിന്റെ അവസ്ഥ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. തഖദൂ ഹിമാസൻ വതറൂഹു ബിതാന. തഖദൂ ഹിമാസൻ, അത് രാവിലെ അതിന്റെ കൂട് വിട്ടിറങ്ങുന്ന സമയത്തിൽ അത് പോകുന്നത് ഹിമാസൻ വയറ് ഒട്ടിയതായിട്ടാണ്, കാലി വയറിലാണ് പോകുന്നത്, എം ടി ബോക്സ് ആയിട്ടാണ് പോകുന്നത്. പക്ഷി പോകുന്നത് അതിന്റെ കൂടിൽ നിന്ന്. എം ടി ബോക്സ് എന്നല്ലോ നിങ്ങൾ തതടിന്റെ മീനിന്റെ ബോക്സ് എന്ന് വിചാരിച്ചിരണ്ട, അല്ലെങ്കിൽ പിന്നെ 1 ഹവറിലെ മീനിന്റെ ബോക്സ് എന്ന് വിചാരിച്ചിരണ്ട. എം ടി ബോക്സിൽ ഇംഗ്ലീഷിൽ എം ടി അല്ലെങ്കിൽ കാലി ബോക്സ്. ഞാനൊരിക്കലും പിന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്ക് പോയി, എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തിലേക്ക്. ജോലി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോയിട്ടാകുമ്പോ ഞാൻ ഒരാള് കണ്ടിട്ടാകുമ്പോ എന്റെ പിന്നൊരു കൂട്ടുകാരനെ അന്വേഷിച്ച, അല്ല എന്തു മാനിച്ച, നമ്മളങ്ങോട്ടല്ല ഇച്ചാന്ന് വിളിക്കാൻ, അല്ല എന്തു മാനിച്ച, പിന്നെ നമ്മളെ ആൽച്ചാന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചു. ഇപ്പൊ എന്നെ ഉറങ്ങാൻ തുടങ്ങി എങ്ങനെ ഉദ്ഘാടനം എന്നെ ഉറക്കാമെങ്കിൽ, അല്ല ഹുസൈനാക്ക പിന്നെ ക്ഷീണത്തിലുണ്ടാവും, നരക്കനെ പരമ്പരയല്ലേ, ഏതായാലും കൊടുക്കലും എടുക്കലും സദ്യയും അതല്ലേ എന്റെ ക്ഷീണം ഉണ്ടാവും. ഏതായാലും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഉണർവ് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ഞാൻ ചോദിച്ച്, അല്ല അന്ത് വാങ്ങിച്ച നമ്മൾ ആൽച്ചാന്റെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, അപ്പോ അയാൾ പറഞ്ഞു അയാൾക്ക് എം ടി ചാക്ക് കച്ചവടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എം ടി ചാക്ക് എന്ന് പറഞ്ഞാൽ അയാൾ വെറും പാവാഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു എം ടി ചാക്ക് കച്ചവടം. അപ്പൊ ഞാൻ വിചാരിച്ച് അമേരിക്കന്റെ മറ്റു ചാക്കായിട്ടുണ്ടാവും അത് എന്ന് വിചാരിച്ചു. അപ്പോ അതെന്ത് ചാക്ക് എന്ത് മനസ്സാന്ന് ചോദിച്ചു. എം ടി ചാക്കുന്നില്ലെങ്കിൽ കാലി ചാക്കുന്ന ഉസ്താദ്, അതായത് കാലി ചാക്ക് വെറും ചാക്ക് അയാൾ പൊരന്ന് എടുത്തിട്ട് എന്താക്കും, പിന്നെന്താക്കും മറ്റുള്ള ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അതിനാണ് എം ടി ചാക്ക് എന്ന് പറയുന്നത്. എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ട മോമിനുകളെ, എം ടി ബോക്സുമായിട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ കാല് വേറുമായിട്ട് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, കാല് വേറുമായിട്ട് പോവുകയാണ്. പക്ഷെ അതിന്റെ കൂട്ടിൽ നിന്ന് വതറൂഹു ബിതാനാ, അതേ സമയത്തിൽ ആ പക്ഷി തിരിച്ചതിന്റെ കൂട്ടിലേക്ക് വരുമ്പോൾ അത് ഫുൾ വയറുമായിട്ടാണ് വരുന്നത്, വയറ് നിറച്ചുകൊണ്ടാണ് വരുന്നത്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആ പക്ഷിക്ക് ഒരു ടെൻഷനുമില്ല കേട്ടോ. അതേ സമയത്തിൽ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ടെൻഷൻ ഉണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ടെൻഷൻ വന്നാൽ അത് ഇല്ലാതാക്കാനുള്ള മാർഗം എന്താണ്? ടെൻഷനിന്റെ നിർമാർജന വസ്തു എന്താണ്? മരുന്നെന്താണ്? എന്നാൽ നിങ്ങൾ നോക്കണം, ചില ആളുകൾ ടെൻഷൻ മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഉറക്ക് മാറാൻ വേണ്ടി ഒരു സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ബീഡി സേവിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ ഹറാമിയത്തായ കള്ള് സേവിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ കഞ്ചാവ് സേവിക്കും. ഇങ്ങനെ അപ്പൊ ഇസ്ലാമിൽ അന്യമായ വല്ലതും സേവിക്കലാണോ ടെൻഷൻ മാറാനുള്ളതായ മരുന്ന് എന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഹറാമിയത്തിന്റെ വസ്തുക്കൾ ഒരിക്കലും നാം കൈപ്പറ്റി പോകരുത്, നമ്മുടെ വയറ്റിലാക്കി പോകരുത്. അല്ലാഹു തആല നമ്മുടെ കാത്തു സലാമത്തിലാക്കി തരുമാരാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ അല്ലാഹു തആല കാത്തു സലാമത്തിലാക്കി തരുമാരാകട്ടെ. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നീ ഒരു മുഅ്മിനായ മനുഷ്യനാണോ? നിനക്ക് ടെൻഷൻ വന്നു എങ്കിൽ അതേ നീ വലിയ ആരോഗ്യവാനായിരുന്നു, നിന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയ സാഹചര്യത്തില്
നിന്റെ രോഗം കണ്ടുപിടിച്ചുകൊണ്ട് വൈദ്യൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഇത് വലിയ മാരകമായ രോഗമാണ്, ഇതിപ്പോൾ ഷിഫാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ അതാ നിന്റെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് നിന്റെ ബെഡിൽ കിടത്തുന്ന സമയത്തില് നീ നിരാശനായ ടെൻഷൻ അടിക്കുന്ന സമയത്തിൽ വരെ ഒരിക്കലും നീ അതിന് അന്യമായ ഒന്നും ചെയ്തുകൂടാ. സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്രത്തോളം നിന്റെ ജീവിതത്തിൽ നീ നിരാശനായ ഘട്ടത്തിൽ വരെ എനിക്ക് ജീവിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്ന് നീ ചിന്തിക്കുന്ന സമയത്തിൽ വരെ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസാബ, നിങ്ങളിൽ നിന്ന് ഒരാളും കൊതിച്ചു പോകരുത്. എന്താണ് കൊതിച്ചു പോകരുത്? ലിദുർരിൻ നസാബഹു അൽ മൗത, മരണത്തിന് ഒരിക്കലും കൊതിച്ചു പോകരുത്. എന്തിനു വേണ്ടി? ലിദുർരിൻ അസാബഹു, അവനിക്ക് എന്തോ എത്തിയതായ ഒരു വിഷമത്തിന് വേണ്ടി ഒരിക്കലും മരണത്തിന് കൊതിച്ചു പോകരുത് കേട്ടോ. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എന്തോ ഒരു വിഷമം വന്ന് ഞാൻ ഒരിക്കൽ മരിച്ചു പോട്ടെ എന്ന് ഒരാളും പിന്നെ എന്താക്കരുത്, വിചാരിച്ചു പോകരുത്. വിചാരിക്കാനേ പാടില്ല. മരിക്കുന്നത് പോകട്ടെ, സ്വയം ജീവൻ എടുക്കുന്നത് പോകട്ടെ, അങ്ങനെ വിചാരിക്കാനേ പാടില്ലെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഒരു പക്ഷേ ഒരു നിർവാഹമില്ല, മെരിക്കലല്ലാതെ വേറൊരു നിർവാഹമില്ല, അവനക്ക് യാതൊരു മാർഗവുമില്ല, അവൻ കിടപ്പറയിൽ ബാക്കിയായി. മാത്രവുമല്ല അവന്റെ കുടുംബങ്ങളെല്ലാം അവനെ കൈവിട്ടു. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫല്യകുൽ, അവൻ അവസാന ഘട്ടത്തിൽ പറയട്ടെ, അല്ലാഹുമ്മ അഹീനി മാകാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, എനിക്ക് മരണമാണ് ഉചിതമെങ്കിൽ എന്നെ നീ വഫാത്താക്കണമേ, മരിപ്പിക്കണമേ എന്ന് അവൻ ദുആയിരക്കണമെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നല്ലാതെ ഒരു മറ്റുള്ള ഒരു അന്യമായ കാര്യം അവൻ തേടിപ്പോകരുത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെന്താണ് ചെയ്യേണ്ടത്? മാതൃകയായ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ ഏറ്റവും വലിയ മുത്തഖി പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ തഖ്വയുള്ള ഒരാളുണ്ടോ ഇവിടെ? ഒരിക്കലുമില്ല. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അത്ഖാകും വഅലമകും ബില്ലാഹി അനാ, നിങ്ങളെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ മുത്തഖി ഞാനാണ്. എന്റെ തഖ്വയെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ. വഅലമകും ബില്ലാഹി അനാ, നിങ്ങളെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും വിജ്ഞാനമുള്ളവൻ ഞാനാണ് കേട്ടോ. അങ്ങനെയുള്ള പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ചെയ്തത് എന്തെന്നറിയോ? ടെൻഷൻ വരുന്ന സമയത്തിൽ പരിശുദ്ധ ഹബീബിന്റെ അവസ്ഥ, ഇദാ ഹദബഹു അംറുൻ ദഖല ഫിസ്സലാഹ്, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല ടെൻഷനും വന്നാൽ ദഖല ഫിസ്സലാഹ്, നിസ്കാരത്തിലേക്ക് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുമായിരുന്നു, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം എന്തെന്നറിയോ? ടെൻഷൻ തരുന്നവൻ അല്ലാഹുവാണ്, ടെൻഷനിനെ തിരിച്ചെടുക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ ഹസ്സലാഹ്, ശരീരം കൊണ്ട് എടുക്കുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലാകുന്ന ഈ നിസ്കാരം കൊണ്ട് ഏർപ്പെടുമ്പോൾ മുനാജാത്തുൽ അബ്ദി ലിറബ്ബിഹി ആണല്ലോ നിസ്കാരം. അഥവാ ഒരു അടിമ തന്റെ ഉടമയായ റബ്ബിനോടുള്ള സംഭാഷണമാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ അഭിസംബോധനം, സംഭാഷണം റബ്ബിനോട് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷന് പരിഹാരം ലഭിക്കുന്നു. സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാഹ്, എനിക്ക് ഏറ്റവും കൺകുളിർമയാകുന്നത് നിസ്കാരത്തിൽ കടക്കുമ്പോഴാണ്. കാരണം ഒത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം ആ വിധത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നും അല്ലാഹുവിന്റെ ദിക്റിലാണ്. നിസ്കാരത്തിൽ കടന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്മളവസ്ഥ നിസ്കാരത്തിൽ കടന്നെങ്കിലും റബ്ബിന്റെ ചിന്ത വരല. നിസ്കാരത്തിൽ കൈകെട്ടിട്ടാകുമ്പോൾ തുടങ്ങി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിട്ടാകുമ്പോൾ തുടങ്ങി എല്ലാ സ്കെച്ചും വരുന്നത് പിന്നെ അപ്പോ കൈകെട്ടിട്ടാകുമ്പോൾ എന്ത് നാളെ ഏടുക്കെല്ലാം പോവാനുണ്ട്, എന്തെല്ലാം ചെയ്യാനുണ്ട്, ആരെന്നല്ല കടം കിട്ടാനുണ്ട്, അതുപോലെ തന്നെ കൊടുക്കാനുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ആരെന്നല്ല കടം ഇങ്ങോട്ട് കിട്ടാനുണ്ട്, കിട്ടാനുള്ള പൈസ ആരെന്നല്ല, എല്ലാ സ്കെച്ചും വരുന്നത് നിസ്കാരത്തിലേക്ക് കൈകെട്ടിട്ടാകുമ്പോഴാണ്. അതേ സമയത്തിൽ ആ സമയത്തിൽ അള്ളാഹുമായിട്ടുള്ള ചിന്തയിലൂടെയാണ് നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുങ്കരി, തീർച്ചയായിട്ടും നിസ്കാരം അത് എല്ലാത്തരം വടക്കത്തരത്തിൽ നിന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്ന വസ്തുവാണ് എന്ന് പറയാനുള്ള കാരണം എന്ത്? അങ്ങനെയുള്ള നിസ്കാരമാണെങ്കിൽ മാത്രമേ ആ നിസ്കാരത്തിന്റെ നേട്ടം കിട്ടുകയുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃക എന്താണ്? ഒരു ടെൻഷൻ വരുമ്പോൾ, അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ ടെൻഷൻ തന്ന അല്ലാഹു തആല അതിന് പരിഹാരം നൽകുന്നു. സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമുക്കൊക്കെ അറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയാകുന്ന സാറാ ബീബിയെയും കൂട്ടിക്കൊണ്ട് ഈ മിസ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ്, യാത്ര പോവുകയാണ്. മിസ്റിലെ രാജാവിനെ കുറിച്ചറിയാം. മിസ്രിലെ രാജാവ് വല്ലാത്തൊരു തമ്മാടിയായ രാജാവാണ്. ഏതൊരു സൗന്ദര്യവതിയായ പെണ്ണിനെ കിട്ടിയാൽ മൂപ്പർക്ക് സേവിക്കാതെ അവളുമായി ബന്ധപ്പെടാതെ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ധിക്കാരിയായ രാജാവായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറാ ബീബിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ധിക്കാരിയായ രാജാവിന്റെ പ്രജകൾ വന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, സാറാ ബീബിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും വരുന്നുണ്ട്. സാറാ ബീബി ആണെങ്കിൽ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യവതിയായ പെണ്ണാണ് സാറാ ബീബി ഇന്നത്തെ കാലത്ത്. ആ സാറാ ബീബി വരുന്നുണ്ട് എന്നുള്ള വാർത്ത പിന്നെ ഈ തമ്മാടിയായ ഈ ധിക്കാരിയായ രാജാവിനോട് അവന്റെ പ്രജകൾ പറയുകയാണ്. പ്രജയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവളെ എന്റെ അരികിലേക്ക് കൊണ്ടുവരണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ദുഃഖിതനായി, ടെൻഷനിലായി. കാരണം സ്വന്തം ഭാര്യയെ മറ്റൊരുത്തന് വ്യഭിചരിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഭാര്യയെ നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവോടെ മറ്റുള്ളവൻ അല്ലെങ്കിൽ അറിവില്ലാതെ മറ്റുള്ളവൻ വ്യഭിചരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുമോ? അതും ഒരു പ്രവാചകനാണ്. പ്രവാചകന്റെ ഭാര്യയെ മറ്റുള്ള ഒരു വ്യക്തി വ്യഭിചരിക്കുന്നു എന്ന് കണ്ടാൽ ആ പ്രവാചകന്റെ മനസ്സെന്തായിരിക്കും? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറാ ബീവിയാകുന്ന ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഒരിക്കലും നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു പോകരുത്, നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. ഒരു പക്ഷേ നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും അവൻ എന്നെ ആക്രമിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഭാര്യയാണെന്ന് പറഞ്ഞു പോകരുത്, സഹോദരിയാണെന്ന് പറയണമെന്ന് അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറാ ബീബിനോട് പറയുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാറാ ബീബി റളിയല്ലാഹു അൻഹയെ ആ തമ്മാടിയായ രാജാവിന്റെ അരികിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ തമ്മാടിയായ രാജാവ് സാറാ ബീബിയെ സ്പർശിക്കാൻ വേണ്ടി, തമ്മാടിത്തരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്തിൽ എന്തെന്നില്ലാതെ പെട്ടെന്നുള്ള ഒരു പിടുത്തം. കാരണം എന്തുകൊണ്ടെന്നാൽ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തിലേക്ക് കടന്നിരിക്കുന്നു. ടെൻഷൻ ബാധിച്ചുകൊണ്ട് റബ്ബിനോടുമുള്ളതായ മുനാജാത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സാറാ ബീവിയെ സ്പർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്തില് എന്തെന്നില്ലാതെ ഒരു പിടുത്തം ആർക്ക്? ഈ രാജാവിന് ആ ഒരു കെട്ടിയിട്ടതുപോലെ ഒരു അനുഭവപ്പെടുകയാണ്. അങ്ങനെ രാജാവ് സാറാ ബീബിനോട് പറഞ്ഞു, ഒന്ന് സാറാ ബീബി, എന്നൊരിക്കൽ അല്ലാഹു തആല ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദുആരക്കണം, ഞാൻ ഒരിക്കലും നിന്നെ ആക്രമിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാറാ ബീബി ദുആരക്കുകയാണ്. ദുആരന്നപ്പോൾ
അവന്റെ എല്ലാ അസുഖങ്ങളും മാറിപ്പോയി. ശരിയായ സമയത്തിൽ രണ്ടാമതും ആ സാറാ ബീബി ആക്രമിക്കാൻ വേണ്ടി കൈ നീട്ടിയ സമയത്തിൽ രണ്ടാമതും അത്ര തന്നെ പിടുത്തം, അതിനേക്കാൾ ശക്തമായ പിടുത്തം അനുഭവപ്പെടുകയാണ്. ആർക്ക്? ആ രാജാവിന്. അപ്പോഴും പറഞ്ഞു രാജാവ്, ഒരിക്കൽ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറാ ബീബി ദ്വാരക്കയാണ്, ഒന്ന് രക്ഷപ്പെടുത്ത റഹ്മാനെ ഈ രാജാവിനെ എന്ന്. അങ്ങനെ ആ സമയത്തിനും കൈ എല്ലാ അസുഖങ്ങളും മാറി. അങ്ങനെ അവസാനമായിക്കൊണ്ട് ദേശത്തോടുകൂടെ സ്പർശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ രാജാവ് പ്രജകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമാ അതൈതനി ബിശൈത്താനിൻ വലം തഅതിനി ബിഇൻസാനിൻ. എന്റെ അരികിലേക്ക് കൊണ്ടുവന്നത് ഒരു പിശാചിനെയാണോ? എന്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് ഒരു മനുഷ്യനല്ല, നിങ്ങൾ ഒരു പിശാചിനെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് സാറാ ബീവിയെ തിരിച്ചയക്കുകയാണ്. ആ സമയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലയോ സാറാ, മൈഹം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഫല്ലാഹു യദൽ ഫാജിരി. തമ്മാടിയായ രാജാവിന്റെ അക്രമത്തിൽ നിന്ന് എന്നെ അല്ലാഹു തആല സലാമത്താക്കിയിട്ടുണ്ട് ഭർത്താവേ. എന്തേ കാരണമെന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ടെൻഷൻ മൂലം അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത് നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ അല്ലാഹു തആല ടെൻഷൻ മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്ത് ടെൻഷൻ അനുഭവിക്കുമ്പോഴും നാം മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അറിയാമല്ലോ, ടെൻഷൻ തരുന്നവൻ അല്ലാഹുവാണ്, ടെൻഷൻ മാറ്റുന്നവനും അല്ലാഹുവാണ്. ഈ ദുനിയാവ് എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ ടെൻഷൻ ഉണ്ടാകും, ചില സന്ദർഭങ്ങളിൽ സന്തോഷങ്ങൾ ഉണ്ടാകും, ചില സമയങ്ങളിൽ ചില ആളുകൾ അല്ലാഹു തആല മുതലാളിയാക്കും, ചില ആളുകൾ അല്ലാഹു തആല തൊഴിലാളിയാക്കും, ചില ആളുകൾ നല്ല ഭംഗിയുള്ളവനാക്കും, ചില ആളുകൾ അല്ലാഹു തആല നിരൂപിയാക്കി കളയും, ചില ആളുകൾക്ക് അല്ലാഹു തആല ആരോഗ്യം കൊടുക്കും, ചില ആളുകൾക്ക് അല്ലാഹു തആല രോഗം കൊടുക്കും, ചില ആളുകൾക്ക് ദീർഘായുസ് കൊടുക്കും, ചില ആളുകളെ പെട്ടെന്ന് അല്ലാഹു തആല തിരിച്ചു വിളിക്കും. ഇങ്ങനെ തുടങ്ങി എല്ലാം അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് കേട്ടോ. ഈ ബോധം എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്കുണ്ടായിരിക്കണം. പക്ഷേ ഈ ബോധം ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാൻ വൈകിപ്പോകുകയാണ്. ഈ ബോധം എല്ലാം അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ ചിലപ്പോൾ വൈകിപ്പോകുകയാണ്. അതേ, നീ നല്ല ആരോഗ്യവാനാണ്. ആരോഗ്യവാനായ നീ ഒരു സന്ദർഭത്തിൽ എന്തോ ഒരു അസ്വസ്ഥത നിനക്ക് അനുഭവപ്പെട്ടപ്പോൾ നിന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, നിന്റെ മാരാരോഗം പിടിപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം നിന്നെ അഡ്മിറ്റ് ചെയ്തപ്പോൾ നിന്റെ ആരോഗ്യം തകർന്നു പോകുന്നു. അതേ, നിന്റെ സമ്പത്ത് അതുമൂലം തകർന്നു പോകുന്നു, തകർച്ചയിലാകുന്നു. ഇങ്ങനെ തുടങ്ങി അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവൻ തിരിച്ചെടുക്കുന്ന സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ ഓർമ്മ നമുക്ക് വരുന്നത്. അല്ലേ, നിങ്ങളൊന്ന് നോക്കണം. ഒരു ഉദാഹരണം പറയുകയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 2018 ഇവിടെ മരിച്ചുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സിഡ്നിയിലെ അമേരിക്കയിലെ അലി ബനാത്ത് എന്ന് പറയുന്ന വ്യക്തി. ആ അലി ബനാത്ത് എന്നുള്ള വ്യക്തി എത്ര വലിയ കോടീശ്വരനായിരുന്നു എന്നറിയോ? വലിയ കോടീശ്വരനായിരുന്നു ആര്? അലി ബനാത്ത്. അവന്റെ കോടിക്കണക്കിന് സമ്പാദ്യത്തിന് ഒരു എന്തില്ല, കണക്കും കയ്യുമില്ല. അത്രയും കോടി സ്വത്തുകൾ അവനിക്കുണ്ടായിരുന്നു. ആർക്ക്? അലി ബനാത്തിന്. 29 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ നല്ല ആഡംബര ജീവിതം നയിച്ചു. അവന്റെ കോടി വസ്തുക്കളുടെ അവൻ കയ്യിൽ കെട്ടുന്ന വാച്ചിന്റെ വില $50,000 ഓസ്ട്രേലിയയുടെ ഡോളർ. 50,000. അവൻ ധരിക്കുന്ന ചെരുപ്പിന്റെ വില, അവൻ ധരിക്കുന്ന ഷൂവിന്റെ വില $1,500. അതുപോലെ തന്നെ അവൻ സഞ്ചരിക്കുന്ന ഫെറാരി കാറിന്റെ വില $60 ലക്ഷം. ഇങ്ങനെ തുടങ്ങി ആഡംബരയിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയായ അലി ബനാത്ത് സിഡ്നിയിലെ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ആ അലി ബനാത്ത് ഒരു സന്ദർഭത്തിൽ അലി ബനാത്തിന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ഡോക്ടർ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു,
അലി ബനാത്തെ, മോനെ, നിനക്കിപ്പോൾ 29 വയസ്സാണ്. പക്ഷേ നിന്നെ ഇപ്പോൾ മാരകമായ ഒരു രോഗം പിടികൂടിയിട്ടുണ്ട്, ക്യാൻസർ രോഗം. അതും ഇപ്പോൾ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഇനി ജീവിതം വാലിഡിറ്റി ഡേറ്റ് എക്സ്പയർ ആകാൻ ഒരു 7 മാസം മാത്രം നീ ഇനി ജീവിക്കുള്ളൂ എന്ന് അലി ബനാത്തിന്റെ മുഖം നോക്കിക്കൊണ്ട് സിഡ്നിയിലെ ആ ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അലി ബനാത്ത് വല്ലാതെ ടെൻഷൻ അടിച്ചുപോയി. കാരണം ഈ രോഗം കൊണ്ട് ഇനി 7 മാസം മാത്രമല്ലേ ഞാൻ ജീവിക്കുന്നത് എന്ന ചിന്തയോടുകൂടെ ഒരു ദിവസം അതിനിടക്ക് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ, ക്യാൻസർ ബാധിച്ച ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ആ മരിച്ചുപോയ ചടങ്ങ് അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലനമൊക്കെ കഴിഞ്ഞ് ഖബറടക്കിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തിൽ അലി ബനാത്ത് ചിന്തിച്ചു, അല്ല, ഇനി ഞാൻ 7 മാസം മാത്രമാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയുള്ള ജീവിതം 7 മാസക്കാലം അള്ളാഹുവിന് വേണ്ടി മാത്രം എനിക്ക് ജീവിക്കണം എന്ന ചിന്തയോടുകൂടെ അലി ബനാത്ത് അദ്ദേഹത്തിന്റെ വിലമതിച്ച ആ വസ്തുക്കളെല്ലാം ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ്. പോരാ, അലി ബനാത്ത് ആഫ്രിക്കയിലെ ഒരു സാധു കുടുംബത്തെ ദത്തെടുക്കുകയാണ്. അലി ബനാത്ത് ഒരു പാവപ്പെട്ട ഒരു നാടിനെ തന്നെ ദത്തെടുത്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് ഇടയ്ക്ക് അദ്ദേഹം 7 മാസം കൊണ്ട് മരിക്കുമെന്നാണ് വൈദ്യൻ എന്താക്കിയത്, കണക്ക് കൂട്ടിയത്. പക്ഷേ 7 മാസം കഴിഞ്ഞു. 2015 എന്താക്കിയത്, ഓർഡർ കൊടുത്തത് മരിക്കുമെന്ന്. പക്ഷേ 16 അലി ബനാത്തുണ്ട്, 17 18 രോഗം മൂർജിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് 7 മാസം മാത്രമെന്നാ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് എല്ലാം നമുക്ക് എന്താക്കാൻ കഴിയ, കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാൻ കഴിയ. അതുകൊണ്ട് നാളെ പീർസാദിന്റെ അടുത്തേക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരും തിരിച്ചിട്ടുണ്ടാവേ. ഡോക്ടർ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ എന്താക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. കുറച്ചെല്ലാം ടെസ്റ്റിംഗ് വാറകളെ കൊണ്ടെല്ലാം ചെയ്യണം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന് മുന്നത്തെ വെള്ളിയാഴ്ച ഒരു സംഭവം നടന്നു. ഏടറിയോ, മൊറോക്കയിലെ ഒരു മറാക്കിഷ് എന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയോ, ഒരു വ്യക്തി, ജുമാക്ക് വന്ന ഒരു യുവാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു, അബോധാവസ്ഥയിലായി. അങ്ങനെ അദ്ദേഹത്തിനെ അപ്പൊ തന്നെ എന്താക്കി, ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്താക്കി, ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ ഡോക്ടർ കൊടുത്തു എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഏതായാലും ഇത് മെച്ചു പോയിട്ടുണ്ട് എന്ന് എന്താക്കി, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്, മരിച്ചെങ്കിൽ പിന്നെ വെക്കാൻ കഴിയോ? ചില ആളുണ്ട് കുറെ സമയം വെക്കുന്നത്, അങ്ങനെ വെക്കാൻ പാടില്ല. ഇനി മരിച്ചെങ്കിൽ പിന്നെന്താക്കേണ്ടത്, പിന്നെ എന്താക്കണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, പിന്നെ ദഫൻ ചെയ്യണം, നിസ്കരിക്കണം, ദഫൻ ചെയ്യണം, ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ എന്താക്കി, ഈ മയ്യത്തിനെ എന്താക്കാം, ഇനി നമ്മൾക്ക് കുളിപ്പിക്കാം എന്ന നിലക്ക് അവരെല്ലാവരും ചേർന്നുകൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ മയ്യത്ത് ഒറ്റ എണീച്ചിരുന്ന സമയത്തിൽ ആടെ പള്ളിന്റെ ഇമാം ഉണ്ടായി, ഞാനല്ല, അടുത്ത പള്ളിന്റെ ഇമാം ഉണ്ടായി. പള്ളിന്റെ ഇമാം ഇത് കണ്ടിട്ട് അപ്പൊ തന്നെ അയാൾ ബോധം കെട്ട് വീണു. പള്ളിന്റെ ഇമാം ബോധം കെട്ട് വീണെന്ന് മാത്രമല്ല, അയാൾ മരിച്ചുപോയി. ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള് ഇപ്പൊ ഹയാത്തിലായി. ഹയാത്തിലുള്ള ആൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ എന്തു ചെയ്തു, നിങ്ങൾ അത്ഭുതം നോക്കണം. ഈ യുവാവിനെ കിടത്തിയ സ്ഥലത്ത് ആ പള്ളിയുടെ മരിച്ച ഇമാമിനെ കിടത്തുകയും പിന്നെ ചെറുപ്പക്കാരന് കുഴിച്ച ആ ഖബറിൽ വെച്ചുകൊണ്ട് ഈ പള്ളിയുടെ ഇമാമിനെ ദഫൻ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടറുടെ പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം സ്വീകരിക്കരുത് എന്നതിനുള്ള ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടറെയും ഞാൻ എന്താക്കിയതല്ല, ആക്ഷേപിക്കുകയോ തീരെ ഇനി പനി വന്നെങ്കിൽ പേടിച്ചിട്ട് മരുന്ന് എടുക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല. മരുന്ന് പിന്നെ ചികിത്സിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ്. എന്നാൽ അലി ബനാത്ത്, നേരത്തെ പറഞ്ഞ അലി ബനാത്ത് 7 മാസമല്ല, പിന്നെയും 3 വർഷക്കാലം ജീവിച്ചു. 2018 ആകുമ്പോൾ അലി ബനാത്ത് ഇവിടുന്ന് മരിച്ചുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അലി ബനാത്ത് മരിക്കുന്നതിന് മുമ്പ്, ഈ രോഗം നിർണയിച്ചതിന് ശേഷം അലി ബനാത്ത് മരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അലി ബനാത്തിനോട് ഒരു സംശയം ചോദിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒരാള് അദ്ദേഹം ചോദിക്കുന്നതിനിടയിൽ ചോദിച്ചു, അല്ല, നിങ്ങളുടെ രോഗം ഇന്നതാണ്, ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉത്ഭവിച്ചത്, എന്താണ് തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അല്ലാഹു തആല എനിക്ക് തന്ന ഒരു സമ്മാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ ഞാൻ ദൂർത്തടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ഞാൻ
ക്യാൻസർ ബാധിച്ചു, ഇനി 7 മാസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് എന്റെ ജീവിതം നന്മയിലേക്ക് തിരിക്കാനുള്ള ഒരു മാർഗമായി തീർന്നല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എനിക്ക് തന്ന ഒരു സമ്മാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യം ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പറയുമ്പോൾ എന്താണ് വിഷമം തോന്നിയത്, എന്താണ് ടെൻഷൻ അനുഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അരീബനാത്ത് പറഞ്ഞത്, അതെ, എനിക്ക് ടെൻഷൻ അടിച്ചത് മറ്റൊന്നുമല്ല, അതേ എന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധ ഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നിരന്തരം എന്നോട് പറഞ്ഞിരുന്നു, മോനെ നിനക്ക് മരിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്റെ റബ്ബിടക്കിടെ മരണത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊന്നും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടില്ല, ഞാൻ അവഗണിച്ചോ. അതേ സമയത്തില് കോട്ടും ഷൂട്ടും അതുപോലെ തന്നെ ബൂട്ടും കറുത്ത ടൈയും ധരിച്ച ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അതെനിക്ക് സ്വീകരിക്കേണ്ടി വന്നുവല്ലോ എന്ന ടെൻഷൻ മാത്രമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എനിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതേ സമയത്തിൽ ഒരു ഭൗതികമായ യോഗ്യതയുള്ള ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അതെനിക്ക് സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ബേജാറാണ്, ടെൻഷനാണെന്ന് അലി ബനാത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? എത്ര കാലമായി പള്ളി നേർച്ചയുടെ വാദ നാം കേൾക്കുന്നു, എന്തെങ്കിലും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? എത്ര കാലമായി ഉസ്താദുമാരുടെ വാദുകൾ നാം കേൾക്കുന്നു, എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ? അതേ സമയത്തിൽ ഏതെങ്കിലും ഒരു വൈദ്യൻ പറഞ്ഞാൽ അത് നാം സ്വീകരിക്കുന്നു, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ അത് നാം സ്വീകരിക്കുന്നു, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ, പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് കാര്യമായി കണക്കിലെടുക്കുന്നു, ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് നാം കാര്യമായി കണക്കിലെടുക്കുന്നു. അതേ സമയത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഷറഅ് പറയുമ്പോൾ അത് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്നില്ല അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമുക്കത് അവഗണിക്കുന്നു. പരിശുദ്ധ ഹബീബിന്റെ തിരുസുന്നത്ത് പറയുമ്പോൾ നാം അത് ചെവികൊള്ളുന്നില്ല. ഇതാണ് നമ്മുടെയും അവസ്ഥ. അല്ലാഹു തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ. വഅദുകൾ പലിക്കുന്ന ഹൃദയങ്ങളെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദാഹരണത്തിന് പറയുകയാണ്, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു, മോനെ നീ കുടിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും ഊതിപ്പോകരുത്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൻ നഫ്ഇ ഫിശ്ശറാബി. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഊതുന്നതിനെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു. ഇത് കുടിക്കുന്ന വെള്ളത്തിൽ, അത് ചായ ആണെങ്കിൽ ചിലപ്പോൾ ചായ ചൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ചൂടുണ്ടെങ്കിൽ അത് ചൂട് ആറാൻ വേണ്ടി തണിയാൻ വേണ്ടി നമ്മൾ ഊതലുണ്ട്. അത് ഊതാൻ പാടില്ലെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സ്വലാത്തിന്റെ കൂറ്റ് പോരാ, ശഅബാൻ മാസമാണ്, പരിശുദ്ധ ഹബീബിന്റെ മാസമാണ്, സ്വലാത്തുകൾ പെരുപ്പിക്കേണ്ട മാസമാണ്. സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂടുള്ള വെള്ളത്തിൽ, ചൂടുള്ള ചായയിൽ ചൂട് ആറാൻ വേണ്ടി ഊതുന്നതിനെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു. പരിശുദ്ധ ഹദീസ് പഠിപ്പിച്ചു. എന്നാൽ നിങ്ങൾ നോക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊതാൻ പാടില്ലെന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെവിക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ശാസ്ത്രം അംഗീകരിച്ചു. ശാസ്ത്രം പറയുകയാണ്, ഊതുന്ന സമയത്തിൽ നിന്റെ ഊത്തില് വിഷവായുകൾ ഉണ്ടാകും. ആ വായു നിന്റെ പിന്നെ വെള്ളത്തിൽ, നീ ഊതുന്ന പാത്രത്തിൽ കലർന്നുകൊണ്ട് നിനക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അരുത് മോനെ ഊതാൻ പാടില്ല, അത് പറയുമ്പോൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതേ സമയത്തിൽ ശാസ്ത്രം പറയുമ്പോൾ നമ്മൾക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഭേദം, ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഓരോ
വിഷയവും ശാസ്ത്രം പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു, അതേ സമയത്തിൽ ഹദീസ് പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മോനെ നീ ഉറങ്ങുന്ന സമയത്തിൽ വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിബിലക്ക് മുന്നിട്ട് കിടക്കുക എന്നുള്ളത് സുന്നത്തായ കടത്തമാണ്. അതാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും നല്ല കടത്തം ഏതാണ്? വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിബിലയിലേക്ക് മുന്നിട്ട് കടക്കുക എന്നുള്ള സുന്നത്തായ കടത്തമാണ്. നമ്മളെ കബറിൽ കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ഏത് ഭാഗത്തിലേക്കാണ് ചെരിച്ച് കടത്തല്? വലത് ഭാഗത്തിന്റെ മേൽ ചെരിച്ച് കിബിലക്ക് മുന്നടിപ്പിച്ചിട്ടാണ് നമ്മളെ കബറിൽ എന്താക്കല്? കിടത്താറുള്ളത്. കിടത്തൽ നിർബന്ധമാണ്. എത്രത്തോളം ഫിഖ് പറയുന്നു, കബറെല്ലാം മടക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മയ്യത്തിന് കിബിലയിലേക്ക് മുന്നടിപ്പിച്ചിട്ട് കിടത്തിയിട്ടില്ല എന്ന് ഉറപ്പായി എങ്കിൽ ആ കബറിനെ മാന്തിക്കൊണ്ട് രണ്ടാമത് കിബിലയിലേക്ക് മുന്നടിപ്പിച്ച് കിടത്തണമെന്ന് ഫിഖ് പഠിപ്പിക്കുകയാണ്. അപ്പൊ കബറിൽ നമുക്ക് വലത് ഭാഗത്തിന്റെ മേൽ കിബിലയിലേക്ക് മുന്നിട്ട് കിടത്തുക എന്നുള്ളത് നിർബന്ധമായ ഒരു കിടത്തമാണ്. അതേ സമയത്തിൽ അതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തായ കിടത്തമാണ് ഏത്? വലത് ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കുക എന്നുള്ളത്, കിബിലയിലേക്ക് മുന്നിടുക എന്നുള്ളത്. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് ഇടത്തെ ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്നു എങ്കിൽ ആർട്ടിന് എന്തുണ്ട്? പ്രശ്നമുണ്ട് എന്ന്. കാരണം നമ്മുടെ ആർട്ട് ഉണ്ടാകുന്നത് ഇടത്തെ ഭാഗത്തിലാണ്. ശാസ്ത്രം കണ്ടുപിടിച്ച് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ കണ്ടുപിടിച്ചത്? ഇടത്തെ ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്നാൽ ആർട്ടിന്റെ പ്രശ്നമുണ്ട്. ഇത് പറയുമ്പോ കുറെ ആൾക്ക് പേടിയായിട്ടുണ്ടാവും. ഇപ്പൊ അത് ശരി, ആർട്ട് ഉള്ളത് ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന ആർട്ടിന് ബുദ്ധിമുട്ടല്ലേ, ഇനി ഞാൻ ആ അടുത്ത ഭാഗത്തിലേക്ക് കടക്കലാന്ന് ചിലപ്പോ എന്താവും, പേടി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആർട്ട് വലിയ ഇതാണല്ലോ, ആർട്ട് അറ്റാക്കും വരെ മരിക്കുന്നവരുണ്ട്, ആർട്ട് ബ്ലോക്ക് ആവലുണ്ട്. അള്ളാഹു തആല നമ്മെല്ലാവരെയും കാത്ത് സലാമത്തിലാക്കി തരുമാരാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഹമ്മദ് ഫാദിൽ സഖാഫി കാമിൽ സഖാഫി ഉസ്താദ് മരണപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ കേട്ടിരിക്കും. അള്ളാഹു തആല ആ ഉസ്താദിന്റെ ദറജ ഏറ്റിക്കൊടുക്കുമാരാകട്ടെ. ചെറിയ മക്കളാണ്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 6 മാസമായ ഒരു കുഞ്ഞുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉസ്താദ് രാവിലെ ദർസെടുത്തിട്ടുണ്ട്, ഉച്ചക്ക് ജമാഅത്തായി നിസ്കരിച്ചിട്ടുമുണ്ട്, സംസാരിച്ചിട്ടൊക്കെയുണ്ട്. അങ്ങനെ പെട്ടെന്ന് നെഞ്ഞുവേദന എടുക്കുകയും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുപോയി. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുന്നത്തായ കാര്യം പറയുമ്പോൾ നാം അവഗണനയിലൂടെയാണ് അതിനെ കാണുന്നത്. അവഗണിക്കുന്ന ഒരു സ്വഭാവമാണ്. ശാസ്ത്രം പറയുമ്പോൾ അത് സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ പലതും പറഞ്ഞു. അതേ സമയത്തിൽ ഇസ്ലാം പറയുന്നു, ഒരു മനുഷ്യന് ഒരു മെച്ചിന്റെ മുകളിൽ, ബാർപ്പിന്റെ മുകളിൽ അരിവില്ലാത്ത ഒരു സൈഡ് കെട്ടാത്തതിന് ഒരു ബാർപ്പിന്റെ മേലിൽ ഒരാൾ കടന്നിട്ട് ഉറങ്ങുന്നുണ്ട് എങ്കിൽ അവനെ വിളിച്ചിട്ട് എന്താക്കണം? ഉണർത്തണം. ഏടെങ്കിലും സൈഡ് ഓന് താഴെ പോയിട്ട് മരിച്ചോ എങ്കിലാ എന്ന് എന്താക്കണം? ഉണർത്തണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിസ്കരിച്ചതിന് ശേഷം, സുബഹി നിസ്കരിച്ചതിന് ശേഷം, ഫജ്ർ പിന്നെ ആയതിന് ശേഷം, ഫജ്ർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങുകയാണ് എങ്കിൽ അവനെ ഉണർത്തണം എന്ന് പിന്നെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്തേ? ആ സമയത്തിലുള്ള ഉറക്കം എന്നുള്ളത് ഭൂമി വരെ അട്ടഹസിച്ച് കരയുമെന്നാണ് ആ സമയത്തിലുള്ള ഉറക്കത്തിന്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ നിരോധിച്ച ഒരു ഉറക്കമാണ് സുബഹി നിസ്കരിച്ചതിന് ശേഷം. ഇനി സുബഹി നിസ്കരിക്കാതെ കടന്നെങ്കില പിന്നെ ചാത്തപ്പൻ എന്ത് മഷറ നെല്ലിയ പോലെ, പിന്നെ ഓന്റെ കാര്യം പിന്നെ പറഞ്ഞിട്ട് ഗുണമില്ല. സുബഹി നിസ്കരിച്ചതിന് ശേഷമാണെങ്കിലും ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കടക്കുകയാണെങ്കിൽ അത് കറാത്തായിട്ടുള്ള കടത്തമാണ്. അങ്ങനെയുള്ള ഒരു കടക്കുന്നവനെ വിളിച്ചു ഉണർത്തണം എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേ സമയത്തിൽ പിന്നെയും പഠിപ്പിക്കുകയാണ്, ഒരാള് പിന്നെ അസുർ നിസ്കാരത്തിന് ശേഷം ഒരാൾ ഉറങ്ങുകയാണ് എങ്കിൽ അവനെ എന്താക്കണം? വിളിച്ചു ഉണർത്തണം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ഉറക്കം ഖറാത്തായ ഒരു സമയമാണ്. അതേ സമയത്തിൽ ശാസ്ത്രം ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മൾക്ക് സ്വീകരിക്കാൻ വലിയ തയ്യാറാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒറ്റക്ക് ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കം എന്നുള്ളത് ഖറാത്തായിട്ടുള്ള ഉറക്കമാണ്. ആ സമയത്തിൽ ഒരാൾ ഉറങ്ങുകയാണ് എങ്കിൽ അവനെന്താക്കണം? വിളിച്ചുണർത്തണം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണ് നാമത്തിൽ ഒരു പെണ്ണ് ആകാശത്തിലേക്ക് മുഖമാക്കിക്കൊണ്ട് പിന്നെ ഉറങ്ങുകയാണ് എങ്കിൽ, മലർന്നു കിടന്ന് ഉറങ്ങുകയാണ് എങ്കിൽ ആ പെണ്ണിനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയണം, പെണ്ണെ ഈ ഉറക്കം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നേരെ കടക്കാൻ വേണ്ടി പറയണം എന്ന്. ഇനി സംശയം ഉണ്ടെങ്കിൽ വേറെ ഓഫ്ലൈനിൽ ചോദിച്ചാൽ മതി. ഇനി വേറെ എന്തെങ്കിലും ആ വിഷയത്തിന് സംശയം ഉണ്ടെങ്കിൽ അവളോട് പറയണം, എന്ത് പിന്നെ ഈ ഉറക്കം ശരിയല്ല എന്നെന്താക്കണം? ചോദിക്കണം. ഔ നാമ റജുലുൻ ഔ ഇംറഅത്തുൻ
മുഫത്തിഹൻ അലാ വജീഹി, അല്ലെങ്കിൽ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കവിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളത്, അങ്ങനെ ഉറങ്ങുന്നവനെയും വിളിച്ചുണർത്തിക്കൊണ്ട് ഈ ഉറക്കം ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്തണം. കവിഴ്ന്ന് കിടക്കുക എന്നുള്ളത് ചില ആളുകൾക്കുണ്ട്. ഓർക്ക് ഉറക്കന്റെ ഗ്രിപ്പ് കിട്ടണമെങ്കിൽ എന്താക്കണം? കമ്ഞ്ഞിട്ട് കിടക്കണം. കൽത്തപ്പം മറിച്ചിട്ടിട്ട പോലെ കമ്ഞ്ഞിട്ട് ഇങ്ങനെ കിടത്തണം. അതൊരു തലങ്ങാണിയെല്ലാം വെച്ചിട്ട് കിടന്നെങ്കിൽ എന്നെ ഉറക്ക് കിട്ടും അത്ര. ഇപ്പൊ ചില ആളുകൾക്ക് കസാലയിൽ ഇരുന്നിട്ടാമൻ ഉറക്ക് വരുന്നു, അത് വേറെ പ്രശ്നം. ചില ആളുകൾക്ക് ഉറക്കിന്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ, റേഞ്ച് കിട്ടണമെങ്കിൽ എന്താക്കണം? കമ്ഞ്ഞിട്ട് കിടക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ ഉറക്കം ഒരിക്കലും ശരിയല്ല. കമിഴ്ന്ന് കിടക്കുന്നെങ്കിൽ അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇത് പറയുമ്പോ ഇനിയിപ്പം വിചാരിക്കും, ഇങ്ങനെ കിടക്കാനും കഴിയാല, ഇങ്ങനെ കിടക്കാനും കഴിയാ, പിന്നെ എങ്ങനെ കിടക്കുന്നേ എന്നെന്താക്കും? ചില ആൾ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ കടക്കാനേ കഴിയേ. പണ്ടൊരു കിടക്ക് വെച്ചുകൊണ്ട് പറയുന്നത്, പണ്ടൊരു മോനെ പഠിക്കാൻ വേണ്ടിട്ട് അയച്ച്, ഉപ്പും രണ്ടാൾ കൂടിയിട്ട് ദർസ് പഠിക്കാൻ വേണ്ടിട്ട് അയച്ച്. അങ്ങനെ മോനെല്ലാം പഠിച്ചിട്ട് ഒരു ഏകദേശം പഠിച്ചിട്ടാകുമ്പോൾ ലീവിന് നാട്ടിലേക്ക് വരുമല്ലോ. വരുന്ന സമയത്തിൽ പെട്ടിയും ലഗേജും എല്ലാം ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്തിന് ഉപ്പാനോട് എന്താക്കി, കത്തെല്ലാം. പണ്ട് കാലത്ത് കത്ത് ചെയ്തല്ലേ, ഇപ്പൊ എല്ലാം പിന്നെ ടിക് ടക്ക് എന്താ വിട്ടെങ്കിൽ പോയി മെസ്സേജ് അപ്പുറം, പിന്നെ ഞാൻ വരുന്ന സ്വീകരിക്കുന്ന അറിഞ്ഞിട്ട്. അങ്ങനെ പഠിച്ചിട്ടല്ല ഒരു കൊല്ലാകുമ്പോ എന്താവും, മോന് വരും. നാട്ടിലേക്ക് വരുന്ന സമയത്ത് മോന് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഉപ്പ പോയി, ബസ്സിന്റെ അടുത്തേക്ക് പോയി മോനെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് പോയപ്പോ മോന്റെ പെട്ടി എന്താക്കി, വാപ്പ പിടിച്ച്. മോൻ ഇത്ര കാലം പിന്നെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചല്ലേ, അങ്ങനെ പെട്ടിയെല്ലാം പിടിച്ച് പെട്ടി പിടിച്ചിട്ട് വരുന്ന സമയത്തിൽ ഈ ഉപ്പാക്ക് മൂത്രയിക്കാൻ മുട്ടിട്ടാകുമ്പോ ഉപ്പ മോന്റെ പെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ പെട്ടിനെ നീ പിടിച്ചോ, ഞാൻ മൂത്രയിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ മൂത്രയിക്കാൻ പോയിട്ടാകുമ്പോ ഈ ഉപ്പ കിബിലക്ക് മുന്നിട്ടിട്ട് എന്താക്കിയത്, മൂത്രം വിറ്റ്. അപ്പോ മൂത്രം ഒഴിച്ചിട്ടില്ല, പോവാൻ ഒരുങ്ങിയത്. അപ്പൊ മോന് പറഞ്ഞു, ഇത് പാടില്ല എന്ന് പറഞ്ഞു. എന്ത്? അത് കിബിലക്ക് മുന്നിട്ടിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ അങ്ങോട്ട് തിരിഞ്ഞ വിട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു, അതും പാടില്ല എന്ന് പറഞ്ഞു. എന്തത്? കിബിലക്ക് പിന്നിട്ടിട്ടായി. അപ്പൊ ഉപ്പ വിചാരിച്ചു, ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇപ്പൊ മൂത്രിക്കാനേ കഴിയാത്തൊരവസ്ഥ. മോനോട് പറഞ്ഞു, മോനെ ഈ പൊട്ടി ഇപ്പൊ പിടിച്ചോ, ഞാൻ ഇപ്പൊ വരുന്നേന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് മൂത്രിക്കാൻ പോയല്ല, നേരെ പുരക്കേക്ക് പോയിട്ട് പറഞ്ഞു, വിളിച്ചാരാ? ഓളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത്? മോന് വന്നിട്ടുണ്ട്, അതിനെന്താക്കണോ? ബർട്ട് അല്ല, നിനക്ക് ബാത്റൂമിലേക്ക് പിന്നെ മൂത്രയിക്കാനെല്ലാം പോകാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് റെഡി ആയിക്കൊന്നേ, കാരണം മോന് വന്നെങ്കിൽ മൂത്രം ഇതല്ല ബാത്റൂം അല്ല പിന്നല്ല ബന്ദ് എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ വിചാരിച്ചെന്ത്, ഇത് എങ്ങനെ ഇപ്പൊ എന്താക്കായ, മോന് പഠിപ്പിച്ചിട്ട് ആകെ താപത്രയായി, ആകെ ബുദ്ധിമുട്ടായി, മുസീബത്തായി എന്ന് വിചാരിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞാണ്. എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അങ്ങോട്ടും മലർന്നു കടന്നും ഉറങ്ങാൻ കഴിയാ, പിന്നെ നേരം പിന്നെ കമ്ഞ്ഞു കടന്നും കടക്കാൻ കഴിയാ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മോനെ, നിനക്ക് സുന്നത്തായ ഉറക്കം ഏതാണ്? വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് കടക്കലാണ് സുന്നത്ത്. സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി ശാസ്ത്രം പറയുന്നു ഇപ്പൊ എന്ത്, കമ്ഞ്ഞു കിടക്കുക എന്നുള്ളത് ആർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പൊ നമുക്ക് പേടിയാവും, ശാസ്ത്രം പറഞ്ഞ അങ്ങനെ എങ്ങനെ ഞാൻ എന്തായാലും എന്റെ ആർട്ടിന് എഫക്ട് പറ്റാൻ പറ്റല എന്നതിലേക്ക് ഞാൻ അത് സ്വീകരിക്കുന്നു എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രം പറയുമ്പോൾ അത് നാം സ്വീകരിക്കുന്നു. അതേ സമയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇതിനുള്ള കാരണം എന്താണ്? നാം ചിന്തിക്കുന്നത്, എന്റെ ആരോഗ്യം ഒന്നും പറ്റാനില്ല, എന്റെ സാമ്പത്തിക ശേഷി കൊണ്ട് എനിക്ക് എന്തും സംഭവിക്കാനില്ല, വല്ല ആരോഗ്യ പ്രശ്നമുണ്ടായാൽ എന്റെ സാമ്പത്തിക ശേഷി കൊണ്ട് അതിന് നേരിടാനുള്ള കഴിവെന്നിലുണ്ട് എന്നുള്ള ചിന്താഗതിയാണ് എങ്കിൽ, നിന്റെ ആരോഗ്യത്തെ അല്ലാഹു തആല ഇല്ലാതെയാക്കാൻ, നിന്റെ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലാതെയാക്കാൻ അല്ലാഹുവിന് ഒരു സെക്കൻഡിന്റെ സമയം മാത്രം മതി കേട്ടോ. ഒരു സെക്കൻഡിന്റെ സമയവും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അഹംഭാവത്തോടുകൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ അവഗണിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിക്കൂടെ കേട്ടോ. നാം എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമുക്ക് അല്ലാഹു തആല ഒരു ആരോഗ്യത്തിന്റെ പ്രശ്നം തന്നാൽ, നിന്റെ ആ കോടിക്കണക്കിന് സമ്പാദ്യം അതിന് ചെലവഴിച്ചാൽ വരെ മതിയാകില്ല കേട്ടോ.
അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സാമ്പത്തിക ശേഷിയുള്ളവനാണ്, ഞാൻ വലിയ ആരോഗ്യവാനാണ് എന്നുള്ള അഹംഭാവം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല കേട്ടോ. നമുക്കറിയില്ലേ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് വലിയ കോടീശ്വരനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കോടീശ്വരനോട് ഒരു അംബാനിയും ഒത്തുപോകില്ല കേട്ടോ, ഒരു അദാനിയും കടപിടിക്കില്ല കേട്ടോ, ഒരു അരിബനാത്തും കടപിടിക്കില്ല കേട്ടോ. ആരാണ് ആ കോടീശ്വരൻ എന്നറിയോ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. ഖാറൂൻ എന്ന് പറയുന്ന ഒരു ധിക്കാരി പണ്ട് കാലത്തുണ്ടായിരുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്നു. അതേ ആ ഖാറൂനിന്റെ അവസ്ഥ അറിയോ? കാന മിൻ ഖൗമി മൂസാ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എളാപ്പാന്റെ മകനാണ് ഖാറൂൻ. ഫബഗാ അലൈഹി. ആ ഖാറൂന് തന്റെ കുടുംബത്തിന്റെ മേലിൽ തന്നെ അതിക്രമം പ്രവർത്തിച്ചു, തന്റെ ജനതയ്ക്ക് മേലിൽ തന്നെ അതിക്രമം പ്രവർത്തിച്ചു. എന്നിട്ട് ഖാറൂനിന്റെ കോടീശ്വരത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുകയാണ്, ഖാറൂനിന് നാം നൽകി, മുതൽ നൽകി എത്രയെന്നറിയോ? മിനൽ കുനൂസി, അവന്റെ ഖജനാവുകൾ എത്രയെന്നറിയോ? മാ ഇന്ന മഫാത്തിഹു, ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോൽ വരെ ലതനൂഹു ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വാ, ശക്തന്മാരായ ഒരു സംഘത്തിന് വരെ ചുമക്കാൻ അത് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ചരിത്രം പറയുന്നു 60 കോവർ കഴുതകൾ ചുമക്കാൻ മാത്രം അതേ അവന്റെ പിന്നെ ഖജനാവ് സൂക്ഷിക്കാനുള്ള താക്കോലുകൾ ഉണ്ടായിരുന്നെന്ന് ചരിത്രം പറയുന്നു. അത്രമാത്രം അവനിക്ക് സമ്പത്തുണ്ടായിരുന്നു. എത്ര? 60 കോവർ കഴുതകൾ അവന്റെ സമ്പത്തിന്റെ താക്കോല്, അവന്റെ മുതലല്ല, താക്കോല് മാത്രം പൊറുക്കാൻ വേണ്ടിട്ട് 60 കോവർ കഴുത പോണോന്നാ. ആരുടെ? ഖാറൂനിന്റെ. അങ്ങനെയുള്ള ഖാറൂന് ഇത് ഖാലലഹു, ഖാറൂനിനോട് തന്റെ ജനത പറഞ്ഞു, ലാ തഫ്റഹ്, നീ അഹംഭാവം നടിച്ചുകൊണ്ട് നീ സന്തോഷത്തോടെ നടക്കണ്ട മോനെ, ഇത് ശരിയല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, തീർച്ചയായിട്ടും അഹംഭാവം നടിക്കുന്ന സന്തോഷിക്കുന്നവരെ, അഹംഭാവത്തോടു കൂടെ സന്തോഷം പ്രകടിപ്പിക്കുന്നവരെ ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല കേട്ടോ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞു. പക്ഷേ ഖാറൂൻ എന്ത് ചെയ്തെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിരന്തരം പിന്നെ ആക്രമിക്കാൻ തുടങ്ങി, ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ സമയത്തിൽ ഒരു സക്കാത്തിന് സംബന്ധമായിട്ടുള്ള വഹി ഇറങ്ങി, സക്കാത്ത് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ സക്കാത്തിന്റെ വിഷയത്തിൽ ഇവന്റെ കണക്കൊക്കെ നോക്കുന്ന സമയത്തിൽ ഒരു വലിയ ഒരു മുതല്, ഒരു സ്വത്ത് അവർക്ക് കൊടുക്കേണ്ടി വന്നു. ആ സമയത്തിൽ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഖാറൂനിന്റെ മനസ്സ്, കോടീശ്വരനായ ഖാറൂനിന്റെ മനസ്സ് അത് സമ്മതിച്ചില്ല. അവൻ എന്തു ചെയ്തെന്നറിയുമോ? ഇനി ഇതിനുള്ള മാർഗം, കൊടുക്കാതിരിക്കാനുള്ള മാർഗം, ഇല്ലാതെയാക്കാനുള്ള മാർഗം ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പിന്നെ പ്രചാരകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇല്ലായ്മ, തേജോവധം ചെയ്യാൻ മാത്രമാണ് ഇനി മാർഗമുള്ളത് എന്ന് പിന്നെ ഖാറൂന് മനസ്സിലാക്കി. അങ്ങനെ ഒരു പ്രയോഗം അവൻ നടത്തി. ജനങ്ങളോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, ഈ മൂസ ഉണ്ടല്ലോ നമ്മുടെ മുതലുകളെല്ലാം പിടിച്ചെടുക്കാനുള്ള തീർമാനത്തിലാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഞങ്ങളോട് പറയുക, ഞങ്ങൾ അത് നിർവഹിക്കാൻ തയ്യാറാണ് എന്ന് ഖാറൂനിന്റെ ജനങ്ങൾ ഖാറൂനോട് പറഞ്ഞു. അപ്പൊ ഖാറൂൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു വ്യഭിചാരിയായ പെണ്ണുണ്ടല്ലോ, ആ വ്യഭിചാരിയായ പെണ്ണിനെ കൊണ്ട് വ്യഭിചാര ആരോപണം ഉന്നയിക്കാം, മൂസ പെണ്ണുമായി വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാം. അങ്ങനെ ഉന്നയിച്ചാൽ എല്ലാവരും മൂസാനെ കൈവിടും, മൂസാന്റെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും തകർച്ചയിലാകും എന്ന് ആ ഖാറൂൻ പിന്നെ ജനങ്ങളോട് പറയുകയാണ്. അങ്ങനെ ആ നാട്ടിലെ ഒരു വ്യഭിചാരിയായ വേശ്യപ്പെണ്ണിനെ കൊണ്ടുവരികയാണ്. പെണ്ണിനോട് പറഞ്ഞു, നീ മൂസാ അലൈഹിസ്സലാം ഞാനുമായി വ്യഭിചരിച്ചിട്ടുണ്ട് എന്നെന്താക്കണം, ആരോപിക്കണം, നിനക്ക് ഞാൻ 1000 ദീനാർ സമ്മാനമായി തരാം എന്ന് പറഞ്ഞു ആ പെണ്ണിനോട്. അങ്ങനെ ആ പെണ്ണൊക്കെ സമ്മതിച്ചു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വലിയ ഒരു സദസ്സുണ്ടാക്കി. ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നു മൂസ, നീ പോയിട്ട് പ്രസംഗിക്ക്, വഅദ് പറയുന്നില്ലേ, ദീനി പ്രചരണം നടത്തുന്നില്ലേ എന്ന് പിന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഖാറൂന് പറഞ്ഞപ്പോൾ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണം തുടങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആരെങ്കിലും കളവ് നടത്തിയാൽ അവന്റെ കൈവെട്ടണം, ആരെങ്കിലും വിവാഹിതയായ ആരെങ്കിലും വ്യഭിചരിച്ചാൽ അവനെ എറിഞ്ഞു കൊല്ലണം
എന്ന് പറഞ്ഞപ്പോൾ ഖാറൂൻ എണിച്ചു നിന്നുകൊണ്ട് ചോദിക്കുന്നു, ഇൻകുന്ത അൻത അല്ലയോ മൂസ, ആ വ്യഭിചരിച്ചത് നീയാണെങ്കിലോ നിന്നെയും എറിഞ്ഞു കൊല്ലണോ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതേ, വഇൻകുന്തു അനാ, ചെയ്ത തെറ്റ് ഞാനാണെങ്കിലും, ഞാനാണ് ചെയ്തത് എങ്കിലും തെറ്റ്, എന്നെയും ശിക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. ആ സമയത്ത് ഖാറൂന് പറഞ്ഞു, എന്നാൽ ഈ നാട്ടിലെ ഒരു വേശ്യപ്പെണ്ണ്, നീ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവൾ ഗർഭിണിയായിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ എറിഞ്ഞു കൊല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു പറഞ്ഞു, ആ പെണ്ണിനെ കൊണ്ടുവരുക. വേദനയോട് പറഞ്ഞു, ഇല്ലാതെ ആരോപണമല്ലേ നിങ്ങൾ ഉന്നയിക്കുന്നത്, ആ പെണ്ണിനെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ കൊണ്ടുവന്നോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഒരിക്കലും നീ കളവ് പറയാൻ പാടില്ല, ഞാൻ നീയുമായി കൊണ്ട് വ്യഭിചരിച്ചിനോ പെണ്ണേ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഇല്ല മൂസാ അലൈഹിസ്സലാമേ, ഖാറൂൻ എന്നോട് നിങ്ങളോട് മായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് സമ്മാനമായി കൊണ്ട് 1000 ദീനാർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് എന്നല്ലാതെ നിങ്ങൾ നിരപരാധിയാണ് കേട്ടോ, നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടില്ല കേട്ടോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പറഞ്ഞ സാഹചര്യത്തിൽ സുജൂദിലായി വീഴുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച തമ്പുരാനേ, ഞാൻ നിന്റെ പ്രവാചകനാണ് എങ്കിൽ ഈ ഖാറൂനെതിരെ നീ ശിക്ഷ ഇറക്കണേ അല്ലാഹ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് വഹി ഇറക്കുകയാണ്, മൂസ, ഭൂമിനെ ഞാൻ നിങ്ങൾക്ക് വഴിപ്പെട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഭൂമിയോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖാറൂനിനോട് കൂട്ടക്കാരോട് പറയുന്നു, എന്റെ ഭാഗത്തിൽ ആരൊക്കെയാണോ സപ്പോർട്ടായി കൊണ്ട് നിൽക്കുന്നത് അവര് മാറി നിൽക്കോ, അതേ സമയത്തിൽ ഖാറൂനിനോടൊപ്പം ആരാണോ നിൽക്കുന്നത് മാറി നിൽക്കോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തിലേക്ക് മാറി നിന്നു. ഖാറൂനിനോടൊപ്പം ആകെ 2 വ്യക്തികളാണ് മാറി നിന്നത്. ആ സമയത്തിൽ അല്ലാഹു തആലയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് അല്ലാഹു തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയോട് പറയുന്നു, യാ അർളു ഖുദീ, ഭൂമിയെ ഇവരെ പിടിക്കണം എന്ന് പറഞ്ഞു. ഭൂമിയോട് പറഞ്ഞു, ഇവരെ ഖാറൂനെ പിടിച്ച് മെഴുങ്ങണം. അങ്ങനെ ഖാറൂനിനെ മുട്ടുവരെ മെഴുകുകയാണ്. മുട്ടുവരെ പിടിച്ചു മെഴുകുകയാണ്. ആ സമയത്തില് ഖാറൂനും കൂട്ടക്കാരും അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുന്നു. മൂസാ അലൈഹിസ്സലാമിനോട് സഹായം തേടുന്നു, മൂസാ ഒന്ന് രക്ഷപ്പെടുത്തണം, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പോരാ, ഖുദീഹിം യാ അർളു ഖുദീഹിം. അങ്ങനെ അവരുടെ ഊരവരെ പിടിച്ചു. വീണ്ടും അവര് ആവശ്യപ്പെട്ടു രക്ഷിക്കാൻ വേണ്ടി. ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. ഖുദീഹിം, പിടിക്കണേ ഭൂമി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കഴുത്ത് വരെ പിടിച്ചു. അവസാനമായി കൊണ്ട് അവരെ മുഴുവനും ഭൂമി മെഴുകുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു, ഫഖസഫ്നാ ബിഹി വബിദാരിൽ അർളാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആജ്ഞ പ്രകാരം ഖാറൂനിനെ അതേ ഭൂമി മെഴുകുകയാണ്. ഫഖസഫ്നാ ബിഹി, നാം ആ മൂസാനെ ഈ ഖാറൂനിന്റെ വീടും ഒന്നാകെ എന്താക്കി, ഭൂമിയിൽ മെഴുകിപ്പിച്ചു, ഭൂമിയിൽ ആഴ്ത്തി എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കണം, എന്താണ് ഖാറൂനിന് സംഭവിച്ചത്. മുസ്ലിമായിട്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമായിട്ടും ഞാൻ കോടീശ്വരനാണെന്നും എന്റെ ആരോഗ്യമാണെന്നുള്ള അഹംഭാവമാണ് ഖാറൂനിക്ക് ഇങ്ങനെയുള്ള നാശം വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എത്ര കാലമായി നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നമ്മോട് ഉപദേശം പറഞ്ഞു തരുന്നു. ആ ഉപദേശം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരമായിരിക്കാം,
ആചാരമായിരിക്കാം, നമ്മുടെ വീട്ടിൽ നടക്കുന്ന അനാചാരമായിരിക്കാം. ആ സമയത്തിൽ ആ ഉസ്താദിനെതിരെ കൊഞ്ഞനം കുത്തുന്നതിന് പകരം അത് സ്വീകരിക്കാനുള്ള മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ഉസ്താദിനെ ആക്ഷേപിക്കുന്ന ഒരു സ്വരമുണ്ടായി പോകരുത്. ഇസ്ലാമികമായ അധ്യാപനം നൽകുമ്പോൾ ആ അധ്യാപനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ ഒരു ഉസ്താദ് എന്തെങ്കിലും ഒരു അരുതായ്മ പറഞ്ഞെങ്കിൽ, നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പോരായ്മ പറഞ്ഞെങ്കിൽ, പിന്നെ അയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എന്താക്കണം, പുറത്താക്കണോ എന്നുള്ള ചിന്താഗതി ഇങ്ങനെ മനസ്സിൽ ഒതുക്കിയാണ്. എങ്ങനെയെങ്കിലും ഇയാളെ പുറത്താക്കണോ, പിന്നെ അയാൾ എന്ത് തേക്കിട്ടെങ്കിലും പിന്നെ വേറെന്തെങ്കിലും ഇതാക്കി കംപ്ലൈന്റ് വരും. അയാൾ തേക്കിട്ടെങ്കിലും അടിയുന്ന കാറ്റ് വിട്ടെന്ന് എന്താക്കും, കംപ്ലൈന്റ് പറയും. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്ക് കാണുന്നതെല്ലാം മഞ്ഞായിട്ട് കാണുമെന്ന് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറ്റ് ഒരാൾ പിന്നെ അത് ഉണർത്തിയെങ്കിൽ, ഒരു ഉസ്താദ് ഉണർത്തിയെങ്കിൽ ആ ഉസ്താദിനെ കുതിര കയറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കണം, കുന്താപുരം ഭാഗത്ത് ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ഉസ്താദ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചത്? പിന്നെ ഫിഖ് സംബന്ധമായിട്ട് പ്രസംഗിച്ചു. നിസ്കാരം ബാത്തിലാകുന്ന കാര്യവും മറ്റുള്ള കാര്യവും എല്ലാം എന്താക്കി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചിട്ട് നോക്കുമ്പോ പിന്നെ ചർച്ചയായി. എന്ത് ചർച്ച? അതെങ്ങനെ ഉസ്താദ് നമ്മളെ പിന്നെ ഇതെല്ലാം നിസ്കാരം ബാത്തിലാകുന്ന കാര്യമെല്ലാം പബ്ലിക്കില് പറഞ്ഞത് അതൊരിക്കലും ശരിയല്ല എന്ന നിലക്ക് ഒരു ചർച്ചാ വിഷയമായി. അങ്ങനെ അവസാനം കാലിയാറെടുത്ത് പോയി. ഇത് ഞാൻ പറയുന്ന കേട്ടത്, കാലിയാറത്ത് പോയി, കുന്താപുരത്ത് നടന്ന വിഷയമാണ് ആ ഭാഗത്ത്. കാലിയാറെടുത്ത് പോയി. അങ്ങനെ കാലിയാറെടുത്ത് പോയിട്ടാകുമ്പോ കാലിയാറ് പറഞ്ഞോലോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെല്ലാം സംശയമെല്ലാം ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ആകെ പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ ഓരെന്താക്കി ഒഴിവാക്കിയിട്ട് വിട്ടിരുന്ന് പറഞ്ഞോലോ. അങ്ങനെ പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ രണ്ടാളും ഒഴിവാക്കിയെന്ന്. രണ്ടാളും ഖത്തീബ് ഫിഖിന്റെ മസല പറഞ്ഞത് മുഖറുസ്താദിന് എന്താക്കി രണ്ടാളെയും പിരിച്ചു വിട്ടു. ആ മുഖറുസ്താദിന് എന്തിനു പിരിച്ചു വിട്ടെന്ന് അറിയാല. ചിലപ്പോ ഖത്തീബ് ഉസ്താദ് പോകുമ്പോ ഇയാൾക്ക് ബേജാറായിരുണ്ടാന്ന, അല്ല ഖത്തീബ് ഉസ്താദ് എന്നെ എങ്ങനെ വിട്ടിട്ട് പോന്നേന്ന് ഖത്തീബ് ഉസ്താദിന് ബേജാറായിരുണ്ടായി, അങ്ങനെയാ വിട്ടതെന്നൊന്നും അറിയല. അപ്പൊ എന്ത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, സത്യം പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകുന്നില്ല എന്നതാണ്. അതിന്റെ പേരാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കിബ്ർ എന്നുള്ളത്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ. സ്വർഗ്ഗത്തിൽ ഒരിക്കലും പ്രവേശിക്കല്ല കേട്ടോ. ആരെന്നറിയോ? മൻ ഒരുത്തൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ. അവന്റെ മനസ്സിൽ ഒരു അണുവിന്റെ ഖദർ കിബ്ർ ഉണ്ട് എങ്കിൽ അവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കില്ലെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ നിസ്കരിച്ചിട്ടല്ല വെറുതെ, ഞാൻ കുറെ നിസ്കരിച്ചിന്, എന്റെ മനസ്സിൽ കിബറും വന്നിന്, ഇപ്പൊ സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനു ഞാൻ നിസ്കരിക്കുന്നേ, എന്തിനു നോമ്പ് നോക്കുന്നേ എന്നുള്ള ഒരു ചിന്ത വരും. എന്നാൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞത് ഈ കിബറിന്റെ ശിക്ഷ അനുഭവിക്കാതെ ഒരിക്കലും അവൻ സ്വർഗത്തിൽ കടക്കില്ല. ഈ കിബറിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടേ അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ചോദിച്ച്, അല്ലയോ പ്രവാചകരെ, ഇന്ന റജുല, ഒരു മനുഷ്യൻ, യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസന വനഅലുഹു ഹസന, ഒരു മനുഷ്യൻ അവന്റെ ഡ്രസ്സ് നല്ല മുന്തിയ ഡ്രസ്സാവൻ അവൻ ഇഷ്ടപ്പെടുന്നു. വല്ലാതെ എനിക്ക് ഇഷ്ടം നല്ല മുന്തിയ ഡ്രസ്സ് ധരിക്കണമെന്ന്, മാത്രവുമല്ല നല്ല ചെരുപ്പ് ധരിക്കണമെന്ന് അവനക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കല് അത് കിബ്റിൽ പെടുമോ ഹബീബേ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല അല്ല സ്വഹാബ, ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജമീലാണ്. അല്ലാഹു തആല ജമീലാണ്, അഴകുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, അവൻ അഴകിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ മുന്തിയ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഒരിക്കലും കിബ്റാകുകയില്ല സ്വഹാബ. പിന്നെ എപ്പോഴാണ് കിബ്റാകുന്നത്? പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ കിബ്റു ബതറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കുക എന്നുള്ളതും ജനങ്ങളെ തരം താഴ്ത്തുക എന്നുള്ളതുമാണ് കിബ്ർ എന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ
സത്യത്തെ നിഷേധിക്കുക, സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് കിബറിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ആര് സത്യം പറഞ്ഞാലും അത് സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പുത്രനോട് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പറഞ്ഞു, വലാ തുസഹിർ ഖദ്ദക, മോനെ നീ നിന്റെ കവിൾത്തടം ജനങ്ങളിലേക്ക് തിരിച്ചു കളയരുത്. വലാ തുസഹിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിലേക്ക് നിന്റെ കവിൾത്തടം നീ തിരിച്ചു കളയാൻ പാടില്ല. നിന്റെ കവിൾത്തടം തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭാഗത്തിലേക്കാണ് എന്റെ മുഖം തിരിയുന്നത്. അതേ സമയത്തിൽ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എന്റെ കവിൾത്തടം നിങ്ങളിലേക്കാണ് തിരിയുന്നത്. അപ്പൊ അത് കിബറിന്റെ നോട്ടമാണ്. ഒരാൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അവനിലേക്ക് നോക്കാതെ, മുഖം നോക്കാതെ അങ്ങോട്ട് തിരിക്കുന്നെങ്കിൽ അവനിലേക്ക് കവിൾത്തടം തിരിച്ചു. അത് കിബറിന്റെ അടയാളമാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പുത്രനോട് പറയുന്നു, വലാ തുസയ്യിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിലേക്ക് നീ നിന്റെ കവിൾത്തടം ഒരിക്കലും തിരിച്ചു കളയരുത് കേട്ടോ. വലാ തംശി ഫിൽ അർളി മർഹാ, കിബറനായിക്കൊണ്ട് നീ ഭൂമിയിൽ നടക്കരുത് കേട്ടോ. കിബർ കാണിച്ചുകൊണ്ടുള്ള ജീവിതം നീ അരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഭൂമിയിൽ ആര് കിബർ നടിക്കുന്നോ അവനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താഴ്മയോടുകൂടെ ജീവിക്കുന്ന സമയത്തിൽ ആര് നല്ലത് പറഞ്ഞോ അത് സ്വീകരിക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാമല്ലോ, സഅലബത്ത് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ നിസ്കാരത്തിനും ജമാഅത്തിനും പങ്കെടുത്തിരുന്ന ഒരു സ്വഹാബിയാണ്. എല്ലാ ജമാഅത്തിനും പങ്കെടുക്കും. പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിച്ച ഒരു സ്വഹാബിയായിരുന്നു സഅലബത്ത് ബിൻ ഹാദിബ് എന്നുള്ള സ്വഹാബി. അങ്ങനെ എല്ലാ നിസ്കാരത്തിനും പങ്കെടുക്കുന്ന സ്വഹാബി ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല സഅലബത്തെ, നീ എന്തിനൊരു മുനാഫിക്കിന്റെ സ്വഭാവം കാണിക്കുന്നേ? ഇങ്ങനെ ധൃതി ഗുണിച്ചുകൊണ്ട് നീ പായുന്നു, ഓടുന്നു എന്ന് ചോദിച്ചപ്പോൾ സഅലബത്ത് പറയുന്നു, നബിയേ, ഞാൻ വലിയ ദരിദ്രനാണ് നബിയേ. ഞാൻ ഇതാ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമില്ലേ നബിയേ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ട് എന്റെ ഈ വസ്ത്രം അഴിച്ചുകൊണ്ട് എന്റെ ഭാര്യ എനിക്ക് കൊടുത്തതിന് ശേഷമല്ലാതെ നിസ്കരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല നബിയേ. എനിക്കും എന്റെ ഭാര്യ എനിക്കുമുള്ളത് ഒരേ ഒരു ഡ്രസ്സാണ് നബിയേ. അന്നിലക്ക് ഞാൻ വലിയ ദരിദ്രനാണ് നബിയേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅലബത്ത് എന്നുള്ള സ്വഹാബി പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, അതുകൊണ്ട് തന്നെ എന്റെ ദാരിദ്ര്യം ഇല്ലാതെയാകാൻ, എനിക്ക് ഐശ്വര്യം ലഭിക്കാൻ, അല്ലാഹു തആല എന്നെ സമ്പന്നനാക്കാൻ എനിക്ക് വേണ്ടി ദുആ ഇരക്കണം നബിയേ എന്ന് സഅലബത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ സഅലബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഅലബത്തെ, കുറച്ച് മുതൽ അത് അല്ലാഹുവിനിക്ക് നന്ദി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, വലിയ കോടി സമ്പത്ത് ഉണ്ടായിട്ട് നിനക്കത് നന്ദി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കുറച്ച് മുതലാണ് നിനക്ക് ഏറ്റവും ഹൈറ് സഅലബത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സഅലബത്തിനെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ സഅലബത്ത് പോയി പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഒന്ന് അല്ലാഹുവിനോട് ഉദുഅല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് സമ്പത്ത് അല്ലാഹു തആല തരാൻ വേണ്ടി ഒന്ന് ദുആ ഇരക്കണേ നബിയേ എന്ന് സഅലബത്ത് രണ്ടാമത്തെ ദിവസവും പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ സഅലബ, എന്നെ നിനക്കറിയുന്നില്ലേ, ഈ കാണുന്ന പർവ്വതം സ്വർണമായും അതുപോലെ തന്നെ വെള്ളിയായിക്കൊണ്ട് എന്നിലേക്ക് വരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ തന്നെ ആ സ്വർണമായിക്കൊണ്ട്
വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്കത് ഉദ്ദേശമില്ല. എന്നിൽ നിനക്ക് മാതൃകയില്ലയോ സഅലബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്തിനോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. അവസാനമായി കൊണ്ട് സഅലബത്ത് മൂന്നാമത്തെ പ്രാവശ്യം വന്നുകൊണ്ട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ അതിന്റെ ഹക്ക് പോലെ വീട്ടാൻ തയ്യാറാണ് എന്ന നിലക്ക് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്തിന് വേണ്ടി ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ർസുഖ് സഅലബത മാലാ, അല്ലാഹുവേ സഅലബത്തിന് നീ സമ്പത്ത് നൽകണമേ, സഅലബത്തിന് നീ സമ്പന്നനാക്കണമേ അല്ലാ എന്ന് സഅലബത്തിന് വേണ്ടി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഇരക്കുകയാണ്. അങ്ങനെ സഅലബത്ത് അന്ന് മുതൽ തുടങ്ങി കോടീശ്വരനാകാൻ തുടങ്ങി. സഅലബത്തിന്റെ മുതൽ ഇങ്ങനെ പെരുകാൻ തുടങ്ങി, ആട്ടിന്റെ ഒരു ഗോഡോൻ. അങ്ങനെ സഅലബത്ത് ആടിങ്ങനെ പെരുത്തപ്പോൾ കോടീശ്വരൻ ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ശേഷി ഇങ്ങനെ ഉയർന്നു വരുന്തോറും നിസ്കാരത്തിന് വരുന്നത് പിന്നെ ഒഴിവാക്കാൻ തുടങ്ങി. ആദ്യം എല്ലാ നിസ്കാരത്തിനും പങ്കെടുത്തിരുന്ന സഅലബത്ത് പിന്നെ വെറും ഒരു അസറിനും അതുപോലെ തന്നെ ളുഹറിന് വേണ്ടി മാത്രം ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ആ ഒരു അവസ്ഥ വന്ന് പിന്നീട് പിന്നെ ജുമാക്കും വേണ്ടി പങ്കെടുക്കും. പിന്നെയും ആടുകൾ ഇങ്ങനെ പെരുത്ത സമയത്തില് സഅലബത്ത് അസറും ളുഹറും അതുപോലെ തന്നെ ജുമയും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായി. അങ്ങനെയുണ്ട് ചില ആളുകൾ ബിസി പോയെങ്കിൽ മൂത്തു പോയെങ്കിൽ പിന്നെ ജുമ വരെ കട്ടാക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹു തആല നമ്മെ കാക്കുമാരാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ സഅലബത്തിന് ഉണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഫുഇല സഅലബാ, സഅലബത്തിന് എന്ത് പറ്റി? സഅലബൻ ഇപ്പൊ നിസ്കാരത്തിനൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, സഅലബത്തിന്റെ ആടുകൾ ഇങ്ങനെ പെരുത്തത് കൊണ്ട് ഈ മദീനയിൽ എവിടെയും ഒരു പിന്നെ ഗോഡോനും മതിയാക്കാത്ത വിധത്തിൽ അങ്ങകലെ ദൂരെ പോയിരിക്കുന്ന പ്രവാചകരെ, അതുകൊണ്ട് തന്നെ സഅലബത്ത് വലിയ സമ്പന്നനായിരിക്കുന്ന പ്രവാചകരെ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ യാ വൈഅ സഅലബാ, യാ വൈഅ സഅലബാ, സഅലബത്തിന്റെ നാശമേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ സക്കാത്ത് സംബന്ധമായിട്ടുള്ള കൽപ്പന ഇറങ്ങിയ സമയത്തിൽ സക്കാത്ത് പിരിപ്പിക്കാൻ വേണ്ടി രണ്ടാളുകളെ പറഞ്ഞയച്ചു സഅലബത്തിന്റെ അരികിലേക്ക്. സഅലബത്ത് അപ്പോൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ സക്കാത്ത് എന്നുള്ളത് ഒരു ടാക്സിന്റെ ഒരു അവസ്ഥയാണ്, ടാക്സ് ആണ് ഇത് എന്ന് പറഞ്ഞു, നികുതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ പോവുക എന്ന് മടക്കി അയച്ചു. ആര്? സഅലബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മടക്കി അയച്ചു. ആദ്യം സഅലബത്ത് പറഞ്ഞത് എല്ലാ ഹക്കുകളും ഞാൻ വേണ്ടതുപോലെ വീട്ടാൻ പ്രവാചകരെ എന്ന് പറഞ്ഞുവെങ്കിലും പിന്നെ സമ്പത്ത് ഇങ്ങനെ കൂടിയപ്പോൾ പിന്നെ ബഹീൽ തരം കഞ്ചൂസ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി, ഒരു ബഹീൽ തരം കാണിക്കാൻ തുടങ്ങി. ആ സമയത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാ വയ്യ സഅലബാ, സഅലബത്തിന്റെ നാശമേ. അങ്ങനെ അവസാനമായി കൊണ്ട് രണ്ടാമതും ആയത്തിറങ്ങി. അതേ സഅലബത്തിനെ കുറിച്ചുള്ള ആയത്തിറങ്ങി. ചില ആളുകൾ ഇങ്ങനെയുണ്ട്, ആദ്യമായിക്കൊണ്ട് കറാറ് ചെയ്യും, പിന്നെല്ലാം ബഹീൽ തരം മൂലം സക്കാത്ത് വരെ വിലങ്ങും എന്ന നിലക്കുള്ള ആയത്തിറങ്ങിയപ്പോൾ സഅലബത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്, മുതലുമായിട്ട് ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? ഇനി ഏതായാലും എന്നെ മുർത്തദ്ദാക്കിയിട്ട് കൊല ചെയ്യാൻ കാരണമാവും എന്ന നിലക്ക് പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരസ്കരിച്ചു, ആ സമ്പത്ത് സ്വീകരിച്ചില്ല. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കി അയക്കുകയാണ്. അങ്ങനെ വീണ്ടും സഅലബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ ഈ സമ്പത്തുമായി പോയപ്പോഴും അവരും മടക്കി അയച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സഅലബത്ത് എന്നുള്ള സ്വഹാബി മരണപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഅലബത്തിന്റെ സമ്പത്ത് ഇങ്ങനെ കൂടിയപ്പോൾ സഅലബത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന സ്വീകരിക്കാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ വന്നുപോയി. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സ് സത്യം സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് എന്നുള്ളത് നശ്വരമായ ഒരു ലോകമാണ്, ശാശ്വതമായ ഒരു ലോകമാണ്. പരലോകം എന്നുള്ളത് ഈ ദുനിയാവ്
ദുനിയാവ് എന്നുള്ള ചെറിയ ലോകത്ത് വെച്ചുകൊണ്ട്, ചെറിയ ജീവിതകാലത്ത് വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടാൽ ഈ നശ്വരമായ ലോകമാണ് മാത്രമാണ് നഷ്ടപ്പെടുന്നത്. അതേ സമയത്തിൽ ആഖിറം നഷ്ടപ്പെട്ടാൽ അത് അനന്തമായ ലോകമാണ് കേട്ടോ. ആ അനന്തമായ ലോകത്തിൽ നമുക്ക് ആനന്ദത്തോടുകൂടെ ജീവിക്കാൻ കഴിയണോ എങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നല്ല നിലക്ക് അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. ഈ നശ്വരമായ ലോകം, ഈ നശ്വരമായ ജീവിതം, ഈ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് പറയട്ടെ, എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു, ഒരു കറങ്ങുന്ന ഫാൻ, കാറ്റിന് വേണ്ടി കറങ്ങുന്ന ഫാൻ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിൽ പോയിക്കൊണ്ട് ഒരു ഫാൻ ഞാൻ ചോദിച്ചു. ആ സമയത്തിൽ അവൻ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഫാൻ എനിക്ക് തന്നു. ആ സമയത്തിൽ അവനോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഫാൻ എനിക്ക് ആവശ്യമില്ല, ഗ്യാരണ്ടി ഉള്ള ഒരു ഫാനിന്റെ ആവശ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചോദിച്ചു വാങ്ങി ഞാൻ. അപ്പോൾ അവൻ പറഞ്ഞു, 1 വർഷത്തിന്റെ ഗ്യാരണ്ടി ഉള്ള ഫാൻ ഞാൻ തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പോരാ, 2 വർഷത്തിന്റെ ഗ്യാരണ്ടി ഉള്ള ഫാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന നിലക്ക് 2 വർഷത്തിന്റെ ഗ്യാരണ്ടി ഉള്ള ഫാൻ ഞാൻ എന്താക്കി ചോദിച്ചു വാങ്ങി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ സഹോദരി, നിങ്ങൾ ചിന്തിക്കണം, ഈ 2 വർഷത്തിന്റെ ഗ്യാരണ്ടിയുമായിട്ട് ഫാൻ ഘടിപ്പിച്ച ഞാൻ ഈ 2 വർഷക്കാലം ഈ ഫാനിന്റെ കാറ്റ് കൊള്ളുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അല്ല, ഇനി ഒരു വർഷം എനിക്ക് ഈ ഫാനിന്റെ കാറ്റ് കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. എന്നല്ല, ഒരു ദിവസം വരെ എനിക്ക് ഈ ഫാനിന്റെ കാറ്റ് കൊള്ളുമെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മിൽ നിന്ന് പല ആളുകളും ഗൾഫിലാണ്. നമുക്കൊക്കെ അറിയാം, പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് വിളിച്ചു പറയുന്നു, ഭാര്യ, ഞാൻ മറ്റേ നാള് ഗൾഫിൽ നിന്ന് യാത്ര അങ്ങോട്ട് നാട്ടിലേക്ക് വരികയാണ്, അതുകൊണ്ട് തന്നെ എന്നെ സ്വീകരിക്കാൻ വേണ്ടി നീയും മക്കളും വരണം, അതുപോലെ തന്നെ ഉമ്മാനെയും കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയും അതുപോലെ തന്നെ മക്കളും ഉമ്മയും ഈ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട ഭർത്താവ് അതേ ഫ്ലൈറ്റിൽ നിന്ന് അതേ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ലാൻഡ് ആകുന്ന സമയത്തിലാണ് പ്രിയപ്പെട്ട ഭർത്താവിന് എന്തോ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. ആ നെഞ്ചുവേദന അനുഭവപ്പെട്ട സമയത്തിൽ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. അദ്ദേഹത്തിന്റെ അതിനിശ്ചലമായ ശരീരവുമായി അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പൂച്ചെണ്ടുകളുമായി സ്വീകരിക്കാൻ പോയ പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട ഭാര്യയും അതേ കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്നു. ഇതാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദുനിയാവിന്റെ അവസ്ഥ. അതുപോലെ തന്നെ ഒരുപാട് വർഷക്കാലം പ്രിയപ്പെട്ട ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട വാപ്പ ഗൾഫിൽ പോയി കൊണ്ട് അധ്വാനിക്കുകയാണ്. അങ്ങനെ അധ്വാനിച്ച് 4-5 വർഷക്കാലം അധ്വാനിച്ചതിന് ശേഷം പ്രിയപ്പെട്ട വാപ്പ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പണങ്ങളുമായി കൊണ്ട് വരികയാണ്. നിശ്ചയിപ്പെല്ലാം നടന്നു. അങ്ങനെ പിറ്റേ ദിവസം പ്രിയപ്പെട്ട മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട വാപ്പ അന്ന് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസമാകുമ്പോൾ നിക്കാഹിന് അല്പം മുമ്പ് ഈ വാപ്പ ഈ ലോകത്തോട് വിട പറയുന്നു. ഈ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആയുസിന് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഒരു അവസ്ഥയാണ്. ഏത് സമയത്തില് ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം മരിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കേട്ടോ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏതൊരു ശരീരവും എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ട് ഏത് സ്ഥലത്തിൽ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, അറിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു സമയത്തിൽ നമ്മുടെ റൂഹ് ഊരിയെടുക്കുമാരാകട്ടെ. നമുക്കൊക്കെ അറിയാമല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കല് തന്റെ പ്രജകളുമായി കൊണ്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ഒരു രാജാവും കൂടിയുണ്ട്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരാൾ കയറി വരുന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സലാം ചൊല്ലും. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സലാം ചൊല്ലിയതിന് ശേഷം അടുത്തുള്ള ഒരു വ്യക്തിയെ
ഈ വ്യക്തി വല്ലാതെ തുരിച്ചു നോക്കുകയാണ്, കണ്ണുരുട്ടിക്കൊണ്ട് നോക്കുകയാണ്. ആരുടെ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലുള്ള ഒരു വ്യക്തിയെ ഈ വന്ന വ്യക്തി വല്ലാതെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കി അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ ശേഷം ഈ കണ്ണുരുട്ടി നോക്കപ്പെട്ട വ്യക്തി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ സുലൈമാൻ നബിയെ, നേരത്തെ എന്നെ കണ്ണുരുട്ടി നോക്കിയ ആ വ്യക്തിയില്ലേ, ആ വ്യക്തി ആരാണ് സുലൈമാൻ നബിയെ എന്ന് ചോദിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ, എല്ലാവരുടെയും റൂഹുകളെ പിടിക്കുന്ന അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, എന്നെ എത്രയും പെട്ടെന്ന് ഇന്ന പർവ്വതത്തിന്റെ മൂർധാവിൽ കൊണ്ടുപോയി വിടണം. കാരണം അസ്റായിലാണല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ റൂഹ് ഇപ്പോൾ പിടിക്കുമോ എന്നുള്ള ഭയം എനിക്കൊണ്ട് ഇവിടെയുണ്ട് എങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന പർവ്വതത്തിന്റെ അങ്ങേറ്റത്തിൽ കൊണ്ടുപോയി വിടണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു തആല കാറ്റിനെ വഴിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇന്ന പർവ്വതത്തിൽ കൊണ്ടുപോയി വിടണം എന്ന് കാറ്റിനോട് പറഞ്ഞപ്പോൾ അതേ കാറ്റ് കൊണ്ടുപോയി ഇദ്ദേഹത്തിന് ഇന്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി അങ്ങേറ്റത്തെ പർവ്വതത്തിൽ കൊണ്ടുപോയി വിടുകയാണ്. കുറച്ചും കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ആ ഇന്നലെ തുരിച്ചു നോക്കിയ വ്യക്തി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ല, ഇന്നലെ നിങ്ങൾ ഒരു വ്യക്തിയെ വല്ലാതെ കണ്ണ് ഉറ്റി നിങ്ങൾ നോക്കിയല്ലോ, അദ്ദേഹം വല്ലാതെ ബേജാറായിട്ടുണ്ട്, എന്തേ നിങ്ങൾ നോക്കാനുള്ള കാരണം എന്ന് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓ സുലൈമാൻ നബിയെ, ഇപ്പൊ ദുഹാന്റെ സമയമാണല്ലോ, ഇനി ദുഹൂറിന്റെ സമയത്തിൽ ഇദ്ദേഹത്തിന് എനിക്ക് ഇന്നാലിന്റെ അങ്ങകലെയുള്ള ഒരു ഹിന്ദു പർവ്വതത്തിൽ വെച്ചുകൊണ്ട് റൂഹ് പിടിക്കണമായിരുന്നു. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടത്, ഞാൻ തുരിച്ചു നോക്കിയത്, ഇനി അല്പസമയത്തിനുള്ളിൽ അവിടെ റൂഹ് പിടിക്കേണ്ട ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രയും ദൂരെ ഉള്ളത്, ഇനി എങ്ങനെയാണ് അത്ര ദൂരയിലേക്ക് അയാൾ എത്തിപ്പെടുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് നോക്കിയതെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഏതായാലും അദ്ദേഹത്തിന് റൂഹ് പിടിക്കേണ്ട കടമ എന്റേതാണല്ലോ, അങ്ങനെ ഞാൻ ആ സ്ഥലത്തിലേക്ക് പോയി നോക്കുമ്പോൾ അത്ഭുതം, അദ്ദേഹം എന്നെ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാം അല്ലാഹു തആല തീർമാനിച്ച സമയത്തിൽ തന്നെ തീർമാനിച്ച സ്ഥലത്തിൽ തന്നെ നടക്കുന്ന കാര്യമാണ് മരണം എന്നുള്ളത്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഏത് സ്ഥലത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ റൂഹ് പിരിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം നേരിടാൻ പോകുന്നത് അനന്തമായ മരണമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. ആ ലോകത്തിൽ വെച്ചുകൊണ്ട് നമുക്കിവിടെ നല്ല സുഖത്തോടുകൂടെ ജീവിക്കാൻ കഴിയണോ എങ്കിൽ നാം ഈ ലോകത്ത് വെച്ചുകൊണ്ട് നന്നായി അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണെന്നാണ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള കൃഷിസ്ഥലമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നാം കൃഷി ചെയ്തില്ല എങ്കിൽ, അമൽ ചെയ്തില്ല എങ്കിൽ കൊയ്തെടുക്കുന്ന സമയമാണ് ആഖിറമാകുന്ന സമയം. അവിടെ വെച്ചുകൊണ്ട് കൊയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ധാരാളം അമൽ ചെയ്യുവാനുള്ള ഒരു അവസരമാണ് ദുനിയാവിൽ നാം കണ്ടെത്തേണ്ടത്. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കണം, നമ്മുടെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിരാക്ഷസന്മാരുണ്ടല്ലേ, വലിയ വലിയ ഡോക്ടർമാരുണ്ട്. അവർ ഏത് രോഗവും കണ്ടെത്തുകയും ആ രോഗം ഗുണപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ വലിയ ബുദ്ധിമാന്മാരായ ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ബിൽഡിങ്ങുകൾ പണിയാനുള്ള, സ്കെച്ച് ഉണ്ടാക്കാനുള്ള വലിയ വലിയ എഞ്ചിനീയർമാരുണ്ട്. അവരെല്ലാം ബുദ്ധിയുള്ളവരാണ്. അതുപോലെ തന്നെ വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരിവിടെയുണ്ട്. അവരും ബുദ്ധിമാന്മാരാണോ അല്ലേ? അതേ, ഇവിടെ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട് എങ്കിൽ
എങ്കിലും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഒരു ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? മൻ ദാന നഫ്സഹു, ഒരുവനാണ് അവന്റെ ശരീരത്തിന് അവൻ കീഴ്പ്പെടുത്തുകയാണ്, അവന്റെ ശരീരത്തിന് അവൻ അതേ ചോദ്യം ചെയ്യുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചിനോ, അള്ളാഹുവിന്റെ വേണ്ടാത്ത കാര്യങ്ങൾ അള്ളാഹു തആല നിരോധിച്ച കാര്യങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ നിർമ്മാർജ്ജനം ചെയ്തിനോ എന്ന നിലക്ക് അവന്റെ സ്വന്തം ശരീരത്തെ അവൻ ചോദ്യം ചെയ്തുകൊണ്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ളതായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് സയ്യിദുനാ വസയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ ബുദ്ധിമാന് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആരുടെ അമൽ ചെയ്യുന്നോ ഓനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ ബുദ്ധിമാന്മാരിൽ നാം പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതലായൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഉറക്കിന്റെ ഒരു അങ്ങേറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം നിന്നുകൊണ്ട് സഹകരിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബേസന്മാർ ആരും എന്താക്കണ്ട, എണിച്ചിക്കണ്ട, ഉസ്താദുമാരും എണിച്ചിക്കണ്ട. പിന്നെ കഴിവുള്ള ബാല്യക്കാർ മാത്രം ഒരു അല്പം എണീച്ചതുകൊണ്ട് കുറച്ച് അടുത്തേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. പരിശുദ്ധമായ റജബ് മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതേ സമയത്തിൽ ഇപ്പോൾ നാം ഉള്ളത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പരിശുദ്ധമായ റജബ് മാസത്തിനെ കുറിച്ച് പറഞ്ഞത് കുറച്ച് അടുത്ത് നിന്നെങ്കിലും നല്ല ഞങ്ങൾക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി. പരിശുദ്ധമായ റജബ് മാസം നമ്മോട് വിട പറഞ്ഞു. ആ പരിശുദ്ധമായ റജബ് മാസം അത് റജബുൻ ഷഹറുള്ള എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്നുള്ള മാസം. അതേ സമയത്തിൽ ശഅബാൻ മാസം എന്നുള്ളത് അത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഹരി എന്റെ മാസമാണെന്നാണ് സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിനെ കുറിച്ച് എന്റെ മാസം എന്ന് പറയാനുള്ള കാരണം അതേ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പന ഇറങ്ങിയ മാസമാണ് ശഅബാൻ മാസം. കാരണം നമുക്കൊക്കെ അറിയാമല്ലോ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്താണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശഅബാനു ഷഹരി, ശഅബാൻ മാസം എന്റെ മാസമാണെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ മാസത്തിൽ എന്നല്ല എല്ലാ സമയങ്ങളിലും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉയർച്ചയാണ് കേട്ടോ. നമ്മുടെ ആത്മീയവും നമ്മുടെ ഭൗതികവും ഉയർച്ചയിലാണ് കേട്ടോ. അതല്ലേ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ മേലിലുള്ള പരിശുദ്ധ സ്വലാത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു നബിയേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, എന്നാൽ ഉബയ്യേ, ഇദൻ തുഖഫാ ഹമ്മുക വയുഗ്ഫറു ലക ദംബുക,
നിന്റെ എല്ലാ ടെൻഷനും തടയപ്പെടും ഉബയ്യേ, നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും ഉബയ്യേ എന്ന് സയ്യിദുനാ വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് എന്നുള്ളത് നാം വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഗംഗാവടിയിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ചുകൊണ്ട് എന്നിലേക്ക് സ്വലാത്ത് ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. 50,000, 25,000, 1,00,000 ഒക്കെ സ്വലാത്തുകൾ അദ്ദേഹം എന്നോട് ഏൽപ്പിക്കാറുണ്ട്. അല്ലാഹു തആല അദ്ദേഹം ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി കൊടുക്കുമാരാകട്ടെ. നമുക്ക് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഏകുമാരാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ മാസം നിസ്കാരത്തിന്റെ വാർഷിക മാസമായിരുന്നു. നമുക്കൊക്കെ അറിയാമല്ലോ, മിഅ്റാജിന്റെ രാത്രിയിലല്ലേ നിസ്കാരം ഫർളാക്കിയത്. അങ്ങനെയുള്ള നിസ്കാരം ഫർളാക്കിയ വാർഷിക മാസമായിരുന്നു. ആ മാസത്തിൽ നാം പ്രതിജ്ഞ എടുത്തിരിക്കും, അത് എന്റെ ജീവിതത്തിൽ 5 നേരത്തെ നിസ്കാരം ഒരിക്കലും ഞാൻ ഖളാക്കില്ല എന്നുള്ള പ്രതിജ്ഞ നാം എടുത്തിരിക്കും. അല്ലാഹു തആല നമുക്ക് 5 നേരത്തെ നിസ്കാരം ഖളാക്കാതെ കൃത്യവും നിത്യവുമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാരാകട്ടെ. ഈ മാസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായതുകൊണ്ട് തന്നെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രതിജ്ഞ നാം എടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. ആ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ച് പരിശുദ്ധ ഹബീബിനോടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മെ പരിചയമുള്ള ഒരു അവസ്ഥയിൽ നാം എത്തിപ്പെടണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാരാകട്ടെ. ഒരൊറ്റ സംഭവം ഞാൻ ഉണർത്തുകയാണ്. കേരളക്കരയിലെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് മദീനയിലെത്തിയ ഒരു മഹാമനീഷിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ്. വൈദേശിക ആധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പടപൊരുതിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു മഹാമനീഷിയാണ് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ്. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ച് അവസാനമായി കൊണ്ട് പരിശുദ്ധ മദീനയിൽ ചെല്ലുകയാണ്. പരിശുദ്ധ മദീനയിൽ ചെന്നുകൊണ്ട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതേ കരഞ്ഞ കണ്ണുകളുമായി മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് കവാടത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ അതേ അവിടത്തെ റൗള ഷരീഫിന്റെ നിയമപാലകന്മാര്, അവിടത്തെ സെക്യൂരിറ്റി ഗാർഡന്മാര് മഹാനവറുകളോട് പറഞ്ഞു, ഒരൽപ്പം മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു ആഷിഖിനിക്ക് മഅ്ശൂഖിനെ തൊട്ട് ദൂരെയാകാൻ കഴിയുക? മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ദൂരെ നിൽക്കാതെ അടുത്ത് തന്നെ ഉറച്ചു നിന്നു. അതേ രണ്ടാമത് നിയമപാലകന്മാര് ദേശത്തോടുകൂടെ ശക്തമായി കൊണ്ട് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് എന്നവരെ ബലമായി കൊണ്ട് അങ്ങോട്ട് തള്ളുകയാണ്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് മെല്ലെ കരഞ്ഞുകൊണ്ട് രണ്ടാമതും റൗള ഷരീഫിന്റെ കവാടത്തിന്റെ അരികിൽ വരികയാണ്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലയോട് മൂന്നാമത് നിയമപാലകന്മാര് ഒന്നും പറയാതെ മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലയെ കയ്യോടെ പൊക്കിയെടുത്തുകൊണ്ട് അങ്ങകലെ ദൂരെ കൊണ്ടുപോയിടുകയാണ്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വല്ലാതെ വിഷമിച്ചു പോയി, ദുഃഖിതനായി പോയി. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് വരികയാണ്. മലയാള പാട്ടല്ല, അറബി പാട്ട് പാടിക്കൊണ്ട് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വരികയാണ്. മെല്ലെ വരികയാണ് റൗള ഷരീഫിന്റെ കവാടത്തിന്റെ അരികിൽ. ഇത് കേട്ടുകൊണ്ട് അറബികൾ വരെ ഞെട്ടിപ്പോവുകയാണ്. ആരാണ് ഈ മഹാമനീഷി? ഇത്രയും സാഹിത്യത്തിന്റെ ഒരു അറബി കവിത പാടാൻ ഇത്രയും വലിയ മഹാമനീഷി ആരാണെന്ന് അറബികൾ ഞെട്ടുകയാണ്. അങ്ങനെ മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് പ്രേമത്തിൽ മതിമറന്നുകൊണ്ട് ആടി ഒലിഞ്ഞുകൊണ്ട് പാടി പരിശുദ്ധമായ റൗള ഷരീഫിന്റെ കവാടത്തിന്റെ അരികിൽ എത്തിയപ്പോൾ അതേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ പാടുകയാണ്, യാ
يا أكرم الكرماء لا عتابكم عمر الفقير المرتجي لجنابكم يرجو الله تعالى البكاء ببابكم والدم من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دم سال من عينيه لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما ഓ പ്രവാചകരെ യാ അക്രമൽ ഖുറമാ ബഹുമാനികളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള നബിയേ ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും സാധുവായ ഫഖീറായ ഉമറിദാ അങ്ങയുടെ പടിവാതിൽക്കൽ വന്നിട്ടുണ്ട് നബിയേ അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ വരവിന്റെ ലക്ഷ്യം വെറുതെയല്ല നബിയേ വർഷങ്ങളോളമായി ഞാൻ ആശിക്കുന്നത് വർഷങ്ങളോളമായിട്ടുള്ള ആഗ്രഹത്തിന്റെ സഫലീകരണത്തിന്റെ ലക്ഷ്യമാണ് നബിയേ അതുകൊണ്ട് ഈ ഉമറിന്റെ നയനങ്ങളിലേക്കൊന്ന് നോക്കു നബിയേ എന്റെ കണ്ണിൽ നിന്ന് ഒലിക്കുന്നത് ഇത് രക്തമാണ് നബിയേ രക്തകണങ്ങളാണ് നബിയേ എന്ന് പറഞ്ഞാൽ രക്തം പോകുന്നതിന്റെ വേദന എനിക്കുണ്ട് നബിയേ അതുകൊണ്ട് പ്രവാചകരെ ഈ കരച്ചൽ വെറുതെയല്ല നബിയേ മാ ജഫ ദമുൻ സാലമിൻ ലൈനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതൻ ഫി തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ പ്രവാചകരെ എന്റെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന ഈ കണ്ണീർ ഒരിക്കലും വെറുതെയല്ല നബിയേ അങ്ങയോടുള്ള ഇഷ്ടത്തിന്റെ കാഠിന്യത്തിന്റെ പ്രേമത്തിന്റെ കാഠിന്യം കൊണ്ടാണ് നബിയേ അതുകൊണ്ട് നബിയേ അങ്ങയോട് എനിക്ക് പറയാനുള്ളത് അങ്ങ് വസിക്കുന്ന അങ്ങ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ റൗദാ ഷരീഫിന്റെ അകത്തളം ഒന്ന് കാണാതെ ഈ സാധുവായ ഫക്കീറായ ഉമറിന്റെ കണ്ണിൽ നിന്ന് വലിക്കുന്ന കണ്ണുനീര് ഒരിക്കലും അടങ്ങൂല നബിയേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിക്കായ മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത്ഭുതമല്ലേ പ്രവാചക പ്രേമത്തിന്റെ മുമ്പിൽ ഇരുമ്പ് ശക്തിയാലുള്ള ആ ചങ്ങല ഇരുമ്പിനാലുള്ള ആ ചങ്ങല ലോലമായി അടിഞ്ഞു പോകുകയാണ് പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ കവാടം പ്രവാചക പ്രേമത്തിന്റെ മുമ്പിൽ അതേ തുറക്കപ്പെടുകയാണ് മഹാനായ ഉമർ ഖാദി റഹിമഹുള്ളയുടെ ഈ കറാമത്ത് കണ്ടപ്പോൾ കണ്ടു നിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി അറബികൾ അത്ഭുതപ്പെട്ടു പോയി നിയമപാലകന്മാർ പേര് പേടിച്ചുകൊണ്ട് അവർ വഴിമാറി കൊടുക്കുന്നു മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫ് കൺകുളിർക്കെ കണ്ടുകൊണ്ട് മതിവരുവോളം സിയാറത്ത് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്തിൽ അറബികൾ പറഞ്ഞു വത്രേ കേരളക്കരയിലുണ്ടോ ഇത്രയും വലിയ മഹാമനീഷി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമുക്കുണ്ടോ അവിടുത്തെ മദദ് നമുക്കുണ്ടോ തീർച്ചയായിട്ടും ഒരു ലോകത്തും നാം പരാജയപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഹബീബിനോടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധമായി ശഅബാൻ മാസത്തിൽ പരിശുദ്ധ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ഞാൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള പ്രതിജ്ഞയും നാം എടുക്കണം പരിശുദ്ധ ഹബീബിനോട് ബന്ധം സ്ഥാപിച്ച് അവസാനം മരിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ
നമ്മുടെ ശരീരം ഖബറിലേക്ക് ഇറക്കുന്ന സമയത്തിൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കരം കൊണ്ട് സ്വാഗതം ചെയ്യുന്ന ജനാസകളെ കൂട്ടത്തിൽ പെടണം നമുക്ക്. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകുമാരാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാരാകട്ടെ. ഈമാൻ സലാമത്തിലാക്കി തരുമാരാകട്ടെ. ഇൻഷാ അല്ലാഹ് ലേലമുണ്ടെങ്കിൽ ലേലമിന് ശേഷം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. ആരും പോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.